കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മെ ഭദ്രമായി പരിപാലിച്ചു. നമ്മെ സൂക്ഷിച്ച ദൈവം, നമ്മെ കാത്ത ദൈവം, അനേക ആപത്തും അനർത്ഥങ്ങൾ പറഞ്ഞ ഈ പട്ടണത്തിൽ നാം യാത്ര ചെയ്ത സ്ഥാനത്ത് നാം ആയിരുന്ന ഇടങ്ങളിലൊക്കെ ദൈവം സൂക്ഷിച്ചു. സമാധാനത്തോടെ സന്തോഷത്തോടെ വാരക്കാലം കൂട്ടിക്കൊണ്ടുവന്നത് ദൈവത്തിന് അല്പസമയം നന്ദി അറിയിക്കാറ്. നമ്മുടെ പിടുത്തും കഴിവൊന്നുമല്ല, ദൈവത്തിന്റെ കൃപയാണ് നമ്മെ ഇത്രത്തോളം നടത്തിയത്. ഇന്ന് വാരക്കാലം ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടണം. ആത്മശക്തി നമ്മിൽ വ്യാപരിപ്പാനിടയായിത്തീരണം. നമ്മുടെ ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് വാരക്കാലം ഇടയായിത്തീരണം. കർത്താവിന്റെ സന്നിധിയിൽ നാം ഇന്ന് ചുരുക്കം പേരായി കടന്നുകൊണ്ടിരിക്കുമ്പോൾ നാം ഒരുമനയോടെ ദൈവത്തെ ആരാധിച്ച് ബലമേറ്റെടുത്ത് മടങ്ങിപ്പോകുവാൻ സ്വർഗ്ഗപിതാവ് സഹായിക്കേണ്ടതായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും അല്പനിമിഷം അത്തരങ്ങളെ തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാത്ത കർത്താവെ ഞങ്ങളങ്ങനെ നന്ദി അർപ്പിക്കുന്നു. കർത്താവ് കഴിഞ്ഞ ആഴ്ചക്കാലം എന്നല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഇരുന്നയോളം ഞങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിലൂടെ ഞങ്ങളെ കണ്ട ദൈവം, ഞങ്ങളെ സ്നേഹിച്ച ദൈവം, ഞങ്ങളെ ഇത്രത്തോളം പരിപാലിച്ചു. ഞങ്ങളെക്കാൾ ശ്രേഷ്ഠ അനേകം ഈ ലോകത്തിലുള്ളപ്പോൾ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ തേടി വന്ന് രക്ഷിച്ച് തിരഞ്ഞെടുത്തു. അവിടുത്തെ മക്കളും അവകാശികളുമാക്കി തീർത്തല്ലോ. അത് ഓർത്ത് ഞങ്ങൾ അതിന് നന്ദി പറയുന്നു. ഇപ്പോൾ കാലം നമ്മൾ ദൈവത്തെ ശ്രദ്ധിക്കാം. എന്നെയാൽ തീരാത്ത നന്മകളാൽ ഉപകാരങ്ങളാൽ നമ്മെ വഴി നടത്തുന്ന ദൈവം, നമ്മെ സ്നേഹിക്കുന്ന ദൈവം, ആ ദൈവസന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. നമുക്ക് എന്തും തരുവാൻ കഴിവുള്ള ദൈവം, ആത്മീയ നന്മകളായി ഞങ്ങളെ പോഷിപ്പിക്കുന്ന ദൈവം, ഭൗതിക അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ പകരുന്ന ദൈവം, ഇതെല്ലാം കർത്താവിന്റെ ദാനമാണെന്നുള്ളത് നാം മറന്നു പോകരുത്. തന്ന എല്ലാ ദാനങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നൽകുന്ന നന്മകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ആരാധന അനുഗ്രഹമായി തീരുവാൻ കർത്താവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാം. ഞങ്ങളുടെ കൂട്ടുവിശ്വാസികളെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ കടന്നുപോയ സ്ഥാനത്ത് അവരെ കാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ അനുഗ്രഹങ്ങളും കാലം പ്രാപിക്കുവാൻ ദൈവദാസന്മാർ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന കേൾക്കേണ്ടതിന് ഇവിടെ കടന്നു വന്ന് എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ട് മടങ്ങി പോകുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവസന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, നന്ദിയോടടിയിൽ അങ്ങയെ വാഴ്ത്തുന്ന കർത്താവെ സ്തുതിക്കുന്നു. അങ്ങയുടെ മക്കളാ ഞങ്ങൾക്ക് ഒരുമിച്ച് ആ പാതയുടെ അടുത്ത് വന്ന് കർത്താവിനെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ ഈ പകൽക്കാലം ഒരുക്കി തന്ന നല്ല അവസരത്തിലായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ഞങ്ങളെ പരിപാലിച്ച ദൈവം, ഞങ്ങളെ വഴി നടത്തിയ ദൈവം, അവിടുത്തെ എല്ലാ ദാനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന ദൈവജനത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവെ, വരുവാനുള്ളവരെയും കൂട്ടി വരുത്തുമാറാകണമേ. ഇന്ന് പകൽക്കാലത്തെ ആരാധന സ്വർഗം സന്തോഷിക്കുന്ന ആരാധനയാക്കി തീർക്കുമാറാകണമേ. സ്വർഗ്ഗപിതാവേ, അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണപ്പാ. ആ കൃപയാൽ ഞങ്ങളെ പൊതിയണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി സ്തോത്രം, സഹോദരി സഹോദരന്മാർക്കായി സ്തോത്രം. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിപ്പാനും പാടുവാനും ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ, സഹായിക്കണമേ. നല്ല സങ്കീർത്തനം ഞങ്ങൾക്ക് തരുമാറാകണമേ. നല്ല പ്രബോധനം ഞങ്ങൾക്ക് ലഭിക്കുവാൻ കർത്താവ് സംസാരിക്കണമേ. ദൈവിക വചനമങ്ങയുടെ ദാസന്മാരെ കൂടെ ഞങ്ങളെ കേൾപ്പിക്കണമേ. അത് ഞങ്ങൾക്ക് വിടുതലും അനുഗ്രഹവുമായി തീരുവാനിടയാക്കണമേ. ഈ ഭൂമിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെ ഞങ്ങൾക്ക് നൽകി തന്നെ ഞങ്ങളെ നടത്തുന്ന ദൈവം അവിടുന്നാകിയാൽ ആ സന്നിധിയിൽ ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഈ ആരാധന ആദ്യ അവസാനം അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറച്ച് അങ്ങ് ഞങ്ങളുടെ അധ്യക്ഷനായ ഞങ്ങളോട് കൂടെ ഞങ്ങളെ വഴി നടത്തുമാറാകണമേ, അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ ആഴ്ചക്കാലം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ജോലി ചെയ്ത മേഖലകളിൽ അവരെ കാത്തല്ലോ, യാത്ര ചെയ്ത വാഹനങ്ങളിൽ സൂക്ഷിച്ചല്ലോ, ഞങ്ങളുടെ തലമുറകളെ പരിപാലിച്ചല്ലോ, ഞങ്ങളുടെ ബിജുകുഞ്ഞുങ്ങളെ സൂക്ഷിച്ചല്ലോ. എല്ലാത്തിനായി ഞങ്ങൾ നന്ദി പറയുക. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ യാത്ര ചെയ്ത് ഞാത്തോക്കിനായി കടന്നുപോയി. സ്വർഗ്ഗപിതാവെ, ആ മീറ്റിംഗ് അനുഗ്രഹമായി നടക്കുവാൻ സ്വർഗ്ഗപിതാവ് കൃപ ചെയ്തു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ അവിടെ പരിപാലിച്ച പരിപാലനത്തിനായി സ്തോത്രം. ആ ശുശ്രൂഷകളെയൊക്കെ മാനിച്ച ദൈവത്തെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവേ. ഇന്ന് രാത്രികാലം അവർ മടങ്ങി വരുന്ന അവരുടെ യാത്രയിൽ കൂടെയിരിക്കണം. ക്ഷേമത്തോടെ കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാൻ ഇനിയും കൃപ ചെയ്ത് കാക്കണമേ. അങ്ങയുടെ ദാസനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷാ മണ്ഡലങ്ങളെ അനുഗ്രഹിക്കണമേ. അടുത്ത ദിവസങ്ങളിൽ യാത്രയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്, അവരെയും പരിപാലിക്കണമേ, കൃപ പൊതിഞ്ഞ് കാക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചു
പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനുനിമിഷം ജീവിപ്പാനുള്ള ദൈവകൃപ പിന്നെയും നൽകി തന്നെ സഹായിക്കണം. കൃപ പൊതിയണം. അങ്ങയുടെ നാമം മാത്രം ഉയർത്തപ്പെടണം. ഞങ്ങളുടെ പ്രാർത്ഥനയെ ആഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം. യേശു അപ്പത്തിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ കർത്താവിന് മഹത്വം. ഇതുപോലെ നമുക്ക് ചുരുക്കം പേരായിട്ടാണ് ദൈവസന്നിധിയിലായിരിക്കാൻ ഇടയായിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ഇന്ന് നമ്മളോടൊപ്പം ആരാധനയ്ക്കില്ല. എന്നാൽ അവരിപ്പോൾ ഞാക്കോക്കിന്റെ മീറ്റിംഗിൽ ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നാം കാണുകയും കേൾക്കുകയും ചെയ്തതുപോലെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒരു മീറ്റിംഗ് നടത്തുവാൻ ആ ദേശത്തും കർത്താവ് സഹായിച്ചു. ഡെൻവർ ശാലയും ചർച്ചത്തോട് സഭയിലെ നമ്മുടെ സഹോദരങ്ങളുണ്ട്. അതിന്റെ പ്രധാന ഭാഗങ്ങളിലെ പങ്കുവഹിപ്പാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അവർ പാടുവാനും പ്രാർത്ഥിപ്പാനും അതിന്റെ എല്ലാ ചുമതലകളിലും ഒക്കെ അവരാൽ ആവോളം പ്രവർത്തിപ്പാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന്റെ മഹാദയക്കായി നമുക്ക് ദൈവത്തെ ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു കാര്യമുണ്ട്. നാം ഐക്യതയോടെ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി കണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം തരുന്ന അവസരങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ താമസമെങ്കിലും ദൈവഹിതമായ 2026 നാം അറിഞ്ഞതുപോലെ ഈ ദേശത്ത് ഞാക്കോക്കിന്റെ മീറ്റിംഗ് നടത്തുവാനുള്ള തീരുമാനം മാനുഷികമായി അതെടുത്തിരിക്കുകയാണ്. ദൈവമക്കൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളാണ് അതൊക്കെ സാധ്യമാക്കി തരുന്ന ദൈവത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം ഓരോരുത്തരും ഇതിന്റെ ഭാഗമാണ്. നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ സ്വർഗീയ അനുഗ്രഹങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ വഴി നടത്തുന്ന ദൈവം. അപ്പൊ ഈ സകല ആത്മീയ അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ ആരുടെ കഴിയത്തുള്ളൂ? ഒരു ദൈവ പൈതലിന് മാത്രമേ കഴിയത്തുള്ളൂ. അത് പ്രാപിക്കുന്നവരും പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവരും ഇനിയും പ്രാപിപ്പാൻ പോകുന്നവരുമാണ് ഇവിടെ ഇരിക്കുന്ന സകല ദൈവജനം. നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം, മഹത്വം കൊടുക്കാം. ഈ ആരാധന അകലങ്ങളിൽ നിന്നല്ല വരേണ്ടത്. ആരാധന വരേണ്ടത് എവിടുന്നാണ്? ഹൃദയത്തിൽ നിന്ന് വരണം. ഹൃദയത്തിൽ നിന്ന് ആരാധന വരണമെങ്കിൽ എന്തെങ്കിലും ഉള്ളിൽ പ്രാപിച്ചിട്ടുള്ള ഒരാഴ്ച നമ്മൾ ഏതെങ്കിലും നിലയിൽ എവിടെയെങ്കിലും ഒക്കെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തേക്ക് നീ ഞായറാഴ്ചയെങ്കിലോ അപ്പൊ ദൈവസന്നിധിയിലോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കാം. ഇനി രാഷ്ട്രം എന്തോ പറയും, അല്ലെ മറ്റുള്ളവരെന്തോ പറയും, എന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകട്ടെ എന്ന് ഉള്ള ചിന്തയോട് ഇവിടെ വന്നിരുന്നാൽ ഒന്നും പ്രാപിച്ച് മടങ്ങി പോകാൻ കഴിയും. എന്നാൽ വാഞ്ചയോടെ ദൈവസന്നിധിയിലേക്ക് യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആ സന്തോഷം അവരുടെ ഹൃദയത്തിലുണ്ടായി. കാരണം അങ്ങോട്ട് അടുത്ത് ചെല്ലുമ്പോൾ എന്റെ സഹോദരൻ, എന്റെ സഹോദരി, എന്റെ പ്രിയപ്പെട്ടവർ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആരാധനയുടെ ശബ്ദം ഒന്ന് ഉയരുമ്പോൾ ദേശത്ത് ആ ദൈവശബ്ദം കേൾക്കുന്ന ജനത്തിനൊരു വിടുതൽ. ഇന്ന് പോൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമുക്ക് ആരോഗ്യം തന്നതുകൊണ്ടാണ് നാം ഇവിടെ വന്നത്. കർത്താവ് ബലപ്പെടുത്തിയതുകൊണ്ടാണ് നാം ഇവിടെ വന്നത്. ഈ ദൈവവചനം 23-ാം സങ്കീർത്തനം പറയുമ്പോൾ പറയും, സൂര്യനിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും. അതിന്റെ യഥാർത്ഥ പരിഭാഷ പറയുന്നത് മരണനിഴലിൽ താഴ്വരയിൽ കൂടെ നടന്നു. നമുക്കറിയാം ഈ ലോകത്തിൽ മനുഷ്യന് സഹായിക്കാൻ കഴിയാത്ത ഒരൊറ്റ അവസ്ഥയുള്ളൂ. അതേതാണെന്ന് ചോദിച്ചാൽ മരണസമയം. മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത ഒരു നിമിഷം എന്ന് പറയുന്നത് മരണത്തിന്റെ സമയം. ഡോക്ടർമാർക്കും പറ്റും, ആർക്കും പറ്റും. എന്നാൽ അവിടെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് മാത്രമേ. ആ യേശുവിന്റെ സ്നേഹമേ ഉള്ളവർ. അവിടെ കൊണ്ട് അവസാനിക്കുകയല്ല, അതിനപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ദൈവം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയും, മരണത്തെ എനിക്ക് പേടിയില്ല, മറ്റൊന്നിനെ എനിക്ക് ഭയമില്ല. കാരണം എന്താണെന്നറിയാമോ? ആ സമയത്തും എന്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു ദൈവത്തെയാ ഞാൻ ആരാധിക്കുന്നതെന്ന് ഇവിടെ നിൽക്കുന്ന ദൈവമക്കൾക്ക് പറയാൻ കഴിയുമോ? കർത്താവേ, അതുകൊണ്ടാണ് മരണത്തെ കുറിച്ച് നമുക്ക് ഭയമില്ലാത്തത്. ആ മരണസമയത്ത് എന്റെ അരികിൽ വന്ന് നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. അത് മാത്രമല്ല, അതിനപ്പുറത്തും എന്നെ നടത്തുന്ന ഒരു ദൈവം. ആ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളായിട്ട് ഇവിടെ ആയിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ ആഗ്രഹങ്ങൾ തുറന്ന് നമ്മൾ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കണം. അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്തുതിയായിരിക്കണം. ഒരു പ്രാവശ്യം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഇന്ന് പകൽക്കാലം ആരാധനയുടെ ഒരു പ്രധാന ഭാഗമായി പാട്ട് പാടുക എന്നുള്ളത്.
പാടുമ്പോൾ ഇവിടെ നമ്മുടെ സഹോദരി സഹോദരന്മാർ പാടുന്നു. നമ്മൾ കേട്ടിരുന്നത് ആസ്വദിച്ച് മുന്നോട്ട് പോകാനല്ല, അവരോട് ചേർന്ന് നമുക്ക് ആ പാട്ടുകൾ പാടുക. അത് നമുക്കൊന്ന് നമ്മുടെ ഹൃദയത്തിൽ അതൊന്ന് പതിയുവാൻ ദൈവം കൃപ നൽകട്ടെ. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും. അത്ഭുതം യേശുവിന്റെ നാമം. യേശുവിന്റെ നാമം ഒരു അത്ഭുത നാമം. കാരണം എന്താന്ന് ചോദിച്ചാല് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ കാലലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഞാനും നിങ്ങളും ആയിരുന്ന സ്ഥാനത്ത് നമ്മളെ തേടി വന്ന ദൈവം. നമ്മുടെ വെടുപ്പോ കഴിവോ ഒന്നുമല്ല ഈ ഭാഗ്യപദവിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന ദൈവം. ആ യേശുവിന്റെ നാമം അത്ഭുത നാമമാണ്. അടയാളങ്ങളുടെ നാമം ആ യേശുവിന്റെ നാമം. ആ യേശുവിനെ നാം വാഴ്ത്തി സ്തുതിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കണം. രോഗസൗഖ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ ഹൃദയഭാരം മാറണം. എന്തിനെ കുറിച്ച് നാം വ്യാകുലപ്പെട്ടിരിക്കുന്നു ആ വ്യാകുലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറണം. ഇന്ന് പകൽക്കാലം പാട്ട് പാടുമ്പോൾ തന്നെ ചില സൗഖ്യം നമ്മളിൽ ഉണ്ടാകണം, ചില വിടുതൽ നമ്മളിൽ ഉണ്ടാകണം. നമ്മിലെ ഭാരം മാറുവാൻ ഇടയായി തീരണം. സഹോദരങ്ങളുള്ള കയ്പ് മാറുവാൻ ഇടയായി തീരണം. കാരണം അത്ഭുതമായ യേശുവിന്റെ നാമം ഞാൻ എന്റെ നാവ് കൊണ്ട് ഉച്ചരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു വലിയ ശുദ്ധീകരണം നടക്കുവാൻ ഇടയായി തീരണം. നമുക്ക് ചേർന്ന് പാടാം അത്ഭുതം യേശുവിൻ നാമം. ആ നാമത്തെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം. കർത്താവ് നമ്മെ അതിനായത് Sun
ഒന്നായി പുകഴ്ത്തിരുന്ന ദൈവത്തെ നമുക്കിപ്പോൾ കാലം വാഴ്ത്തി സ്തുതിക്കാം. ഈ ലോകത്തിലെ സകല സൃഷ്ടികളും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാണ്. പകലിന് വാക്കുപൊടിക്കുന്നു, രാത്രി രാത്രിക്ക് ഒരു ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ നാം അറിയാതെ ദൈവത്തെ സ്തുതിക്കുന്ന സകല സൃഷ്ടികളും ഉള്ളപ്പോൾ ഏറ്റവും ശ്രേഷ്ഠകരമായി നമ്മെ സൃഷ്ടിച്ച, ഏറ്റവും അനുഗ്രഹമായി നമ്മെ സൃഷ്ടിച്ച സകല അധികാരങ്ങളും നമ്മുടെ മേൽ പകർന്നു തന്ന ആ ദൈവത്തെ സ്തുതിക്കുവാനാണ് ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്നത്. സർവ്വ സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കുന്നു. അവന്റെ മക്കളാകുന്ന നമുക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ട്. ഇന്ന് പകൽക്കാലം നാം ആ പാട്ടുപാടി ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് വിടുതലായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ. ചേർന്ന് പാടാൻ സർവ്വ സൃഷ്ടികളും ഒന്നായി വാഴ്ത്തി സ്തുതിക്കുന്ന ദൈവത്തെ നമുക്കൊന്ന് ചേർന്ന് പാടി ആരാധിക്കാം. സർവ സൃഷ്ടികളും Amen.
യേശുവിന്റെ നാമത്തിൽ അത് നമ്മുടെ കരകളെ ദിവസങ്ങളിൽ വണക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരൻ സെൻ ഇപ്പോൾ പ്രാർത്ഥിക്കും. Hallelujah, hallelujah. Father, praise the Master Lord Jesus. Hallelujah. Hallelujah. Lord Jesus, worship you in true Lord Jesus, hallelujah. Lord Jesus, and for safeguarding us and for protecting us, Lord Jesus, and for bringing us all here, Lord Jesus. Lord, we're praying for this Sunday worship in your hands, Lord Jesus. I'm praying for all the sessions in your hand, Lord Jesus, hallelujah. Bless us and help us to worship you in spirit and truth, Lord Jesus, hallelujah. Thank you very much. Small praying, praise Jesus, and we pray. Amen. Praise the Lord. Let's all turn our Bibles to Psalms 96. Psalms 96. Oh, sing to the Lord a new song. Sing to the Lord all the earth. Declare His glory among the nations, His wonders among all peoples. For all the gods of the peoples are idols, for the Lord made the heavens. Give to the Lord, O families of the people, give to the Lord glory and strength. Oh, worship the Lord in the beauty of holiness. Tremble before Him, all the earth. Let the heavens rejoice and let the earth be glad. Let the sea roar and all its fullness. Let's read the last verse together. Let's pray for this time. Our most loving gracious Father, thank you for your wonderful child Jesus that you given us once again come to your presence on this Sunday morning and worship your name. Thank you for giving us an opportunity to worship you in spirit and truth. And thank you for giving us this wonderful Sam. I pray, Lord, for Jesus, that you will be grace, Lord, Father, Jesus, to stay fully through your word and through the guidance of your Holy Spirit. In Jesus' name I pray. Amen. Psalms 96, when we look at the top of the Psalm, it talks about a song of praise to God coming in judgment. Now, I don't want to take a lot of time today with this Psalm since we have two guest pastors, but I just wanted to speak just 1 to 2 minutes about what God put in my heart. Now, this Psalm was also, if you look at 1 Chronicles chapter 16, you will see the exact Psalms that is mentioned on this chapter also. This was written when the Ark of the Covenant was brought back to Jerusalem by David from the house of Obed-Edom. So we all know the story how, when the Israelites got the Ark of the Covenant from the Philistines, they had to place it into the house of Obed-Edom. Now, when we look at this Psalm, this is actually divided into 3 parts. The first part is about witnessing, the second part is about worshiping, and the last part is about waiting. So I'd just like to read the first 3 verses, verse 1, 2, and 3. Oh, sing to the Lord a new song, sing to the Lord all the earth. Sing to the Lord, bless His name, proclaim the good news of His salvation from day to day. Declare His glory among the nations, His wonders among all peoples. Over here we can see that David has immense joy from when the ark was brought back to Jerusalem. He wanted to sing praise aloud with all the people of Israel, and he wanted the whole world to know about it. Now, when we look into the New Testament, the Pharisees and the Sadducees, they actually believed that salvation only belonged to Israel. They thought that God will give salvation, they could get an eternal city and eternal home only for the Israelites. But when we look in the New Testament, through the inspiration of the Holy Spirit, David actually wants to proclaim God's righteousness and faithfulness to the entire world. He wanted the entire world to know how true and how alive God is, how God really is. And that is the same kind of zeal that we are supposed to have. When God gave us the gift of salvation, it is not for us to just enjoy it by ourselves. It's not for us to hold it to ourselves. God wanted us to spread it to everyone. He wanted us to share the joy that He has given to us throughout this whole world. And that's the same inspiration that David had. He wanted the whole earth to know that God is alive, that there is only salvation in His name. Verse 2, it says specifically,
Sing to the Lord, bless his name. Proclaim the good news of his salvation from day to day. And that is the same great commission that God has given us also, to spread his gospel, to spread his word to all the ends of this earth. I would like to read the next few verses, verse 4, 5, and 6. For the Lord is great and greatly to be praised. He is to be feared above all gods. For all the gods of the people are idols, but the Lord made the heavens. Honor and majesty are before him. Strength and beauty are in his sanctuary. So over here, David is mentioning on why God needs to be praised. We all know the story of how the ark was brought to Jerusalem. David, throughout his whole life, throughout his whole reign, he always had a lot of issues. He always had a lot of situations that were very difficult for him. But he knew God was always ready to deliver him through all situations. Even when he committed sin against God, he always had a repentant heart to go back to God with that repentance. And that's why he tells us why God needs to be praised. God's constant deliverance, constant love towards Israel and also towards David throughout his whole life. David tells us over here why he needs to be praised. And that's why also he says in verse 5, for all the gods of the people are idols, for the Lord made the heavens. Over here is a confession of David of how much he is dependent on God. He looks at other peoples of the earth and when he sees idols that are not real, idols that have there's no way to speak, no way to hear, no way to talk. All these people are creating idols just to satisfy their sinful desires. But David says over here, if we know the one true God, we will have a heart to worship him. We will want to honor him. We would want to praise him. The next couple of verses, the 7, 8, and 9. So if we, once we look into the first verses that I read, 1, 2, and 3, it talks about witnessing. Verses 4 to 11 talks about how he is worshiping God. And specifically on verse 7, 8, and 9, David now is mentioning is why we are due to give him praise. Why does God deserve our praise? All of us throughout our whole lives, both past and present, we've always been in situations where we thought that can this situation be delivered from us? Can a difficult situation be resolved for us? Or can a situation be worked in our favor? Many times we thought it might not happen. We had our doubts, but God had a totally different plan. He always delivered us from all our situations, from all our difficulties. When we look back into our lives, we see many situations that we've been through where God delivered us from miracles. Many situations where we thought like there is no escape from it, there is no deliverance from it, but still God was faithful. He had so much concern for us. He knew that we trusted in his name. He knew that we gave our full confidence, our full dependency on him. And that is why we delivered him. The same thing that David went through is what we are also going through. So this is why we understand from this verse that God, he deserves our praise. Our praises are due to him. He deserves all the honor, glory, and praise. And I just want to end with the last verse, verse 13. Before the Lord, for he is coming, when he is coming to judge the earth. He shall judge the world with righteousness and the peoples with the truth. So over here, like I mentioned, the three divisions, the last one is waiting for God's righteousness, waiting for God's judgment to happen. Nowadays, we are living in an earth where we see a lot of unfairness that is happening, a lot of evil, a lot of bad things happening especially against Christians. And we always pray, when I say to myself, God, when are you going to come? When are you going to change the situation of this earth? And that is what, that's the hope that David had. For he is coming to judge the earth. He shall judge the world with righteousness and the people with his truth. Now over here we should really understand that we have a idea of what righteousness is in our minds, but our idea is not what God has. God's righteousness is very different from our thought of righteousness. For him, God looks into our inner heart. He knows the motives of our heart. He knows how our heart is. And that is how he will judge the earth. I pray this Sam will be a blessing to all of you. Please continue to pray for me, my family, and also my parents are traveling along with other believers tonight. And I pray that God's journey mercy will be with all of them. Please pray for us. Thank you.
നല്ല സങ്കീർത്തനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സഹോദരൻ റോസി അതിനെ ബലപ്പെടുത്തി നല്ല ആലോചന അങ്ങയുടെ ദാസൻ കേൾക്കുക. ദാവീദ് പറയുന്നു, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുക. ഓരോ ദിവസവും വരുമ്പോൾ പുതിയത് ചിലത് നമ്മിലുണ്ടായിരിക്കും. സ്തോത്രം ചെയ്യുവാൻ, പാടുവാൻ നമ്മുടെ ജീവിതത്തിൽ ചില പുതുക്കമുണ്ടായിരിക്കും. അതിൻ്റെ 8-ാം വാക്യം പറയുന്നു, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. യഹോവയുടെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കാതെ ഒരു ദൈവവേദ ഒരിക്കലും ദൈവസന്നിധിയിൽ കടന്നു വരുവാനിടയാകും. നമ്മുടെ ദൈവം വലിയ ദൈവം. ഈ ലോകത്തിലെ ഏതൊരു നേതാവിനെ നോക്കിയാലും അവരെ മഹത്വപ്പെടുത്തുന്ന കുറേ പേരുണ്ടാകും. പ്രോട്ടോകോൾ അനുസരിച്ച് അവർക്ക് കൊടുക്കുന്ന ആദരവുകളൊക്കെ ഉണ്ട്. എന്നാൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ദൈവം അവരിലെല്ലാം വലിയ തക്ക മഹത്വം ദൈവത്തിന് കൊടുക്കാനാണ് ഞാനും നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഞാൻ ആരാധിക്കുന്ന ദൈവം സകലത്തിന്മേലും അധികാരമുള്ള ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. അതിന്റെ അവസാന വാക്യം പറയുന്നു, അവൻ ഭൂമിയെ വിധിക്കുവാൻ വരുന്നു. അവനൊരു ന്യായവിധി നടത്തുവാൻ ഈ ഭൂമിയിലേക്ക് വരുന്ന ദൈവമാണ്. അതോർത്ത് സന്തോഷിക്കുന്ന ചിലതിനെ കുറിച്ച് അതിന്റെ മുമ്പിൽ പറയുന്നുണ്ട്. മൃഗങ്ങൾ, പ്രകൃതികൾ സകലതും സന്തോഷിക്കുകയാണ് ദൈവം ഭൂമിയെ വിധിപ്പാൻ വരുന്നത് ഓർത്ത്. ദൈവമക്കളിൽ നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. അവൻ ജാതികളെ വിധിക്കുന്ന ദൈവമാണ്. ഇവിടെ ജാതികൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആരാണെന്ന്. ദൈവത്തെ അറിയാതെന്ന് അറിയുവാൻ അവസരമുണ്ടായിട്ടും ദൈവത്തെ അറിയാതെ, ദൈവശബ്ദം കേട്ടിട്ടും അതിന് ചെവി കൊടുക്കാതെ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു ജനം ഈ ഭൂമിയിലുണ്ടെങ്കിൽ അവരെ വിധിക്കുന്ന വിധി ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. എന്നാൽ നമുക്ക് പ്രതിഫലം തന്ന് നമ്മെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരിക്കൽ ജാതികളായിരുന്ന നമ്മെ, നമുക്കൊരു യോഗ്യതയില്ലായിരുന്ന നമ്മെ മക്കളും അവകാശികളുമാക്കി തീർന്നെങ്കിൽ ആ ജാതികളുടെ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോവാനിടയാകാതെ യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ യോഗ്യതയുള്ള ഞാനും നിങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കണം. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നല്ല സങ്കീർത്തനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കട്ടെ. ചില പുതുക്കങ്ങൾ നമുക്ക് പ്രാപിപ്പാൻ ഇന്ന് പകൽക്കാലം ഇടയായിത്തീരട്ടെ. നമുക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ വകയുണ്ട്. കഴിഞ്ഞ ആഴ്ച എന്നെ നടത്തിയ വിധങ്ങളിൽ ചില പുതിയ അവസ്ഥകൾ എന്റെ ജീവിതത്തിലുണ്ട്. കർത്താവേ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്ക് രോഗസൗഖ്യം തന്നില്ലേ, എന്റെ ബലഹീനതയിൽ എന്നെ താങ്ങിയില്ലേ, എന്റെ പ്രശ്നത്തിന് പരിഹാരം തന്നില്ലേ. അത് ഓർക്കുമ്പോൾ എനിക്ക് സ്തുതിക്കാനുണ്ട്. തക്ക മഹത്വം ഞാൻ എന്റെ ദൈവത്തിന് കൊടുക്കും. വൈദ്യന്റെ കഴിവ് കൊണ്ടല്ല, ഡോക്ടറുടെ പഠിപ്പിന്റെ കൂടുതൽ കൊണ്ടല്ല, ആ കഴിച്ച മരുന്നിന്റെ വെടുക്ക് കൊണ്ടല്ല ഇന്ന് ഞാനിവിടെ ആയിരിക്കുന്നത്. ഞാൻ തക്ക മഹത്വം എന്റെ ദൈവത്തിന് കൊടുക്കുന്നത് എന്റെ ദൈവത്തിന്റെ വിടുതലിനെ ഓർക്കാം. ജോലി ചെയ്യാൻ പോയത് എന്റെ ആരോഗ്യത്തിന്റെ കൂടുതൽ കൊണ്ടല്ല, എന്റെ ദൈവത്തിന് ഞാൻ തക്ക മഹത്വം കൊടുക്കുന്നത് എന്നെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ടാണ്. ഇന്ന് വേർക്കാലം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വന്നാട്ട് അവരെ മുന്നോട്ട് കടന്നു വരുമ്പോൾ കൊയർ മുന്നോട്ട് വരും. അവരൊരു ഇംഗ്ലീഷ് കോഴ്സ് പാടും. ആ സമയത്ത് നമുക്കും അവരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം.
waiting to him who gives me song. Nehemiah 5:19. And Hosea and half the leaders of Judah followed on. Psalm 34 verse 7. For the angel of the Lord is the God, he surrounds and defends all who fear him. In the beginning, God created heaven and earth. Oh, taste and see that the Lord is good. Blessed is the man who trusts in him. Psalm 34 verses 8. Amen. Romans 12:21. Do not be overcome by evil, but overcome evil with good. For they all were trying to make us afraid, saying, Your hands will be weakened in the work, and it will not be done. Now therefore, O God, strengthen my hand. Nehemiah 6 verse 9. Psalm 91 verses 7 to 12. 1,000 may fall at your side, 10,000 at your right hand, but it will not come near you. You will only observe with your eyes and see the punishment of the wicked. If you say, The Lord is my refuge, and make the Most High your dwelling, no harm will overtake you, and no disaster will come near your tent. He will command his angels concerning you to guard you in all your ways. They will lift you up in your hands so that your foot will not strike against a stone. Those who dwell in darkness have seen a great light. Those who live in the land of deep darkness, on them the light has shone. You have multiplied the nations, you have multiplied its joy. They rejoice before you as joy at harvest, as you're glad when they divide the spoil. Isaiah 9 verses 2-3. A wise son makes a glad father, but a foolish son makes is the grief of a mother. The treasures of the wicked profit nothing, but the righteousness delivers from evil. As thy hand will become poor, the hand of religion makes rich. Sarga
സമയത്ത് ദൈവസന്നിധിയിലാണ്. ഇപ്പം നമുക്ക് വചനക്കേൾവിയുടെ സമയമാണ്. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കണമെന്ന് ഓരോരുത്തരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. രണ്ട് ദൈവദാസന്മാർ അതിഥികളായിരുന്നു നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. പാസ്റ്റർ ബിജു, പാസ്റ്റർ ജെയിംസ്. ഞാൻ അവരെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ നമ്മുടെ മധ്യേ ദൈവദാസന്മാർ കടന്നു വന്നത് യാദൃച്ഛികമല്ല, ദൈവം അയച്ചിട്ട് കടന്നു വന്നു. അവരിൽ കൂടെ നമ്മൾ കേൾക്കുന്ന വചനം ദൈവത്തിൻ്റെ വചനമാണ്. അതാത് സമയത്ത് ദൈവം നമുക്ക് വേണ്ടുന്ന ആത്മീയ ആഹാരം ആരിൽ കൂടെ ആരെങ്കിലും തന്നുകൊണ്ടേയിരിക്കും. അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ആവശ്യം. വിശപ്പുള്ളവർ മാത്രമേ ആഹാരത്തെക്കുറിച്ച് അതിൻ്റെ രുചി അറിയുള്ളൂ. വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചാൽ പറയും, എനിക്കതിൻ്റെ രുചിയോ അതിൻ്റെ മണമോ ഒന്നും ഇഷ്ടമല്ല. അതുപോലെ മറ്റൊരു പ്രശ്നങ്ങളുണ്ട്. ഉദരരോഗമുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ആഹാരം കഴിക്കാൻ കഴിയും. ആത്മീയ ആഹാരം കഴിക്കണമെങ്കിൽ ഇത് രണ്ടും ഉണ്ടാകരുത്. വിശപ്പും വേണം, നിന്റെ ഉള്ളിലെ ആത്മാവിന് രോഗവും ഉണ്ടാകും. ഈ ദിവസങ്ങളിൽ നമുക്കത് പ്രാപിക്കണം. ഒരു വചനം ദൈവം നമുക്ക് തന്നാൽ അത് നമ്മുടെ വിടുതലില്ല. ദൈവദാസന്മാർ ആരെന്നുള്ളതല്ല, അവരുടെ നാവിൽ കൂടെ അഭിഷേകത്തിന്റെ ഒരു വചനം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അത് നിന്റെ രോഗസൗഖ്യത്തിനാണ്, അത് നിന്റെ വിടുതലിനാണ്, അതിന്റെ ഭാരം മാറുവാനാണ്, ഒരു പടിയുടെ നിന്നെ ഉയർത്തുവാനാണ്. ദൈവത്തിന്റെ സ്നേഹമാണ്. അതുകൊണ്ട് ഇതുമായിട്ടാണ് ദേവദാസന്മാരെ ഞാൻ വളരെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുകയാണ്. ഏതാണ്ട് 12-20 വരെയുള്ള സമയം അവർക്ക് കൊടുക്കുന്നു. അവർ രണ്ടുപേരും എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടതെന്ന് അവരെ ഞാൻ പറഞ്ഞിരിക്കുക. അവർ രണ്ടുപേരും തീരുമാനിച്ചോളൂ എത്ര സമയം എടുക്കണം എന്നുള്ളത്. 12-20 ആകുമ്പോൾ അവർ തിരിച്ചും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അവർക്ക് സമയമൊക്കെ പാലിക്കാൻ കഴിവുള്ളവരാണ്. അവർ PhD ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ പഠനത്തെ ഓർത്ത് അത്രയൊക്കെ എനിക്കറിയത്തുള്ളൂ, ബാക്കി അവർ പറയും. ദേവദാസന്മാരെ വളരെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ സഭായോഗത്തിൽ ഇവിടെയുള്ള നിയമങ്ങളോട് ചേർന്ന് സംബന്ധിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാൻ ദൈവമായ കർത്താവ് നൽകി തന്ന നല്ല സമയത്തോട് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന പിതാവ് പ്രിയാണ്ട്, സഭയിലെ മറ്റ് പ്രായമുള്ള പിതാക്കന്മാർ, മാതാക്കന്മാർ, പരസ്യങ്ങളുള്ള പിന്തലമുറകൾ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന എല്ലാവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് ജെയിംസ്. കർത്താവിൻ്റെ കൃപയാൽ ഒരു പാസ്റ്റർ മകനായിട്ട് ജനിച്ചു വളരാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി തന്നു. മണക്കാലയിൽ ദൈവത്തിൻ്റെ വചനം 3 ടൈമായിട്ട് പഠിക്കുവാൻ കർത്താവ് സഭാഷനെ ഒരുക്കി. ഈ പഠന കാലയളവിലും അതിനുശേഷമായിട്ട് 21 വർഷമായി കർത്താവിൻ്റെ വചനത്തിൻ്റെ ഒരു സാക്ഷിയായി, ഒരു പാസ്റ്ററായി കേരളത്തിന് പുറത്തും ദൈവം അയച്ച സ്ഥലങ്ങളിലൊക്കെ കർത്താവിൻ്റെ നാമത്തിൽ ഉയർത്തുവാൻ ദൈവമായ കർത്താവ് സാവകാശം ഒരുക്കി. ഇതിനിടയ്ക്ക് ഞാൻ വിവാഹിതരായി കർത്താവ് 2 കുഞ്ഞുങ്ങളെ ദാനമായി നൽകി തന്നു. മൂത്ത കുഞ്ഞിന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ മോള് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവർ രണ്ടുപേരും നാട്ടിലെ അവരുടെ താമസിക്കുന്ന സ്ഥലം കുമരാടാണ്. എൻ്റെ പിതാവിൻ്റെ സ്വന്തം സ്ഥലം കിടങ്ങല്ലൂര്. പപ്പാപ്പ ഒരു പാസ്റ്റർ ആയിരുന്നുകൊണ്ട് പാഴ്സലയിലാണ് ജനിച്ചത്, വളർന്നതില്ല. അവരിപ്പോൾ സെറ്റിലായിരിക്കുന്നത് അടൂരിനടുത്ത് കടമ്പനാട് തൂവീരം എന്നുള്ള സ്ഥലത്താണ് അവർ സെറ്റിലായിരിക്കുന്നത്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പണമൊക്കെ പറയുവാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഞാൻ പോകുന്നില്ല. എന്തെങ്കിലും ഒറ്റ വാക്കിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ വെച്ചാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചത്. ഞാൻ എൻ്റെ പ്രിയ സ്നേഹിതൻ പാസ്റ്റർ ബൈജു ഞങ്ങളൊക്കെ ഓപ്പറേഷൻ മൊബിലൈസേഷനിനകത്ത് വർക്ക് ചെയ്തവരാണ്. അങ്ങനെ ഓപ്പറേഷൻ മൊബിലൈസേഷനോടനുബന്ധിച്ച് മഹാരാഷ്ട്രയിൽ ഒരു 2 മാസത്തെ ട്രെയിനിങ്ങും പ്രവർത്തനമായിട്ട് പോയ സമയത്താണ് കർത്താവിൻ്റെ വേലയെക്കുറിച്ചുള്ള ആത്മഭാരം, യഥാർത്ഥമായുള്ള വിളി കർത്താവ് എനിക്ക് നൽകി തന്നു.
എൻ്റെ 16ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ വേണ്ടി സമർപ്പിച്ചു. ഇന്നുവരെ കർത്താവിനെ ശ്രേഷ്ഠകരമായ ജയകരണം നടത്തി. ഒരു വർഷത്തുള്ള ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ സമയമായപ്പോൾ പല പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് ഒക്ലഹോമ ടൾസയിൽ ഉള്ള ഓവർവേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ പെന്തക്കോസ്റ്റലിസം, ന്യൂമറ്റോളജിക്കൽ സ്റ്റഡീസ്, കോമ്പറേഷൻ സ്റ്റഡീസ് ഇതെല്ലാം കുറിച്ചിട്ടുള്ള ഗ്ലോബൽ സ്പിരിറ്റ് എംപവർമെൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിനകത്ത് PhD ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയ ബൈബിൾ പാസ്റ്റർ എൻ്റെ പേര് സ്നേഹിതൻ സാവിയാണ്. സാവിയാണ് ഇവിടെ താമസിക്കുന്ന പക്ഷേ സാവി എല്ലാവർക്കും അറിയാം. എൻ്റെ ഇവിടെ താമസിക്കുന്ന സിസ്റ്റർ ജെയ്മിയുടെ ബ്രദർ, എൻ്റെ ഇവിടെ താമസിക്കുന്ന ജെയ്മി സ്റ്റാൻലി, അവരുടെ ബ്രദർ പാസ്റ്റർ ഡെന്നി, ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. എൻ്റെ പിതാവ് ഷാരോൺ പാസ്റ്ററാണ്. ഡെന്നിയുടെ പിതാവ് എൻ്റെ ഫാദർ, അവരൊക്കെ വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ ഷാരോൺ പ്രസ്ഥാനത്തിൽ നേതൃത്വം കൊടുക്കുന്നതാണ്. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നല്ല സമയത്തിനോട് കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ പുറകാലെ എൻ്റെ പ്രിയ സ്നേഹിതൻ പാസ്റ്റർ ബൈജു ദൈവത്തെ അവർ സംസാരിക്കാറുണ്ട്. ഞാൻ അതുകൊണ്ട് വലിയ ഒരു ആഴങ്ങളിൽ ഒരു ചിന്തയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്നാൽ ദൈവമക്കളുടെ ആത്മീയ പ്രചോദനത്തിന് വേണ്ടി ഒരു വാക്യം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകി തന്നതും ഈ ദിവസങ്ങളായിട്ട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും എൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷയോടനുബന്ധിച്ചും വ്യക്തിപരമായിട്ടൊക്കെ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ചിന്ത, അതിൻ്റെ എല്ലാ ഭാഗം പറയുവാൻ സമയമില്ലെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനോട് ചേർത്ത് പറഞ്ഞ് ഞാൻ വാക്കുകളെ നിർത്തി ബൈബിൾ പാസ്റ്ററുടെ സമയത്തെ കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യവും അതിനാധാരമായിട്ട് വായിക്കാം. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം, അതെ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങളുടെ അടുക്കിലിരുന്ന് എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ നിങ്ങളെ കുറിച്ച് വിഷമിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് വളരെ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. പൗലോസിന്റെ പ്രാർത്ഥനാ ജീവിതം ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിൽ നിന്നുള്ള പ്രാർത്ഥനാ ജീവിതമായിരുന്നില്ല. പൗലോസിന്റെ പ്രാർത്ഥനാ ജീവിതം തന്റെ മിഷണറി യാത്രയോടനുബന്ധിച്ച് ഉള്ള ശുശ്രൂഷ മണ്ഡലങ്ങളിൽ താൻ തന്റെ പ്രാർത്ഥനാ ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥനയെ കുറിച്ചുള്ള ധാരാളം ഡെഫിനിഷനും ധാരാളം വ്യാഖ്യാനങ്ങളും എഫേസ്യ ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയില് ഗലാത്യയിലെ ദൈവമക്കളെ ഓർത്തും ഇത് വായിക്കുന്നവരെ ഓർത്തും ഭാരപ്പെടുകയാണ്, സങ്കടപ്പെട്ട് ദൈവത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നിങ്ങളിൽ ഉരുവാകുവോളം, ആ വേദനയുടെ തന്റെ ഹൃദയത്തിന്റെ ഭാരത്തിന്റെ ഏറ്റവും ഉന്നതകരമായുള്ള വേദനയുടെ അനുഭവം ജനങ്ങൾക്ക് അത് വായിക്കുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടി, കേൾക്കുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു സ്ത്രീ പ്രസവിക്കുന്ന ഒരു സമയത്തെ കുറിച്ച്, ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന വേദനയെ തന്റെ ജീവിതമായി താരതമ്യപ്പെടുത്തിയിട്ട്, തന്റെ പ്രാർത്ഥനയുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് പറയുകയാണ്, കർത്താവ് നിങ്ങളിൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് ജനിക്കുവാൻ നിങ്ങളൊരു അവസരം ഉണ്ടാക്കിയായിരുന്നെങ്കിൽ, അല്ല ക്രിസ്തു നിങ്ങളിൽ ജനിച്ചായിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരുന്നു. അത് ഓർത്ത് ഞാൻ സങ്കടപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥനയുടെ ബാലപാഠങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നവരാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നവരാണ്. ഞങ്ങളുടെ എൻ്റെ ഈ പ്രായത്തിൽ ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും സമയങ്ങൾ മണക്കാലിലൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാൻ പ്രിയ സാബി, പ്രിയ വൈലി പാസ്റ്റർ, ഞങ്ങളൊക്കെ ഒത്തിരി അവിടെ പഴയ സമയമാണ്. അവിടെ ഒരു ടെറസിന്റെ മുകളിൽ ചെറിയൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഒരു തഴപ്പായൊക്കെ ഇട്ട് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചവരായിരുന്നു. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ
ഈ ഭാഗം വായിച്ചപ്പോൾ പൗലോസ് അപ്പോസ്തലൻ തന്റെ ഹൃദയത്തിൽ ജനങ്ങളെ ഓർത്ത് ഭാരപ്പെടുകയാണ്. ഇത് വായിക്കുന്നവരോർത്ത് ഭാരപ്പെടുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത്, അല്ലെങ്കിൽ ഇത് വായിക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തിനകത്ത് യേശു കർത്താവ് ഒന്ന് ജനിച്ചായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അതിന്റെ അർത്ഥം ഇവരുടെ ഉള്ളിൽ കർത്താവ് ഇല്ലെന്നാണോ? അല്ല, ഇവരുടെ ഉള്ളിൽ കർത്താവുണ്ട്, കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. ഇവർ കർത്താവിനെ അറിഞ്ഞവരാണ്. പക്ഷേ ആ അറിഞ്ഞ ആ അനുഭവത്തിൽ തന്നെ നിൽക്കുന്നവരാണ്. ഒരു വളർച്ച മുൻപോട്ട് കാണുന്നില്ല, അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കാണുന്നില്ല. ഈ ഗലാത്യ ലേഖനത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് സ്നാനപ്പെടുന്നതിനെ കുറിച്ചും വിശുദ്ധ ജീവിതം നയിക്കുന്നതിനെ കുറിച്ചും വേർപെട്ട ജീവിതം നയിക്കുന്നതിനെ കുറിച്ചും ഇതിനെല്ലാക്കാട്ടിലും ഉപരിയായിട്ട് യേശു കർത്താവ് ഉള്ളിൽ ജനിച്ച ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ എങ്ങനെ നയിക്കപ്പെടണം, ഈ രണ്ട് കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്നാനപ്പെടുന്നതിനെ കുറിച്ച് ധാരാളം 2-3 വാക്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനെയൊക്കെ ആഴങ്ങളെല്ലാം പൗലോസ് പറഞ്ഞത് ക്രിസ്തു 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 എന്നുള്ള വാക്കാണ് കൂടെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥനയോട് അനുബന്ധിച്ച് പറയുകയാണ്, കർത്താവിനാൽ ജനിച്ച ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ ജനിക്കണം. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും ഇതൊരു നിസ്സാര കാര്യമാണെന്ന്. പക്ഷെ ഒരിക്കലും നിസ്സാരകരമായ കാര്യമല്ല. നമ്മുടെ ജീവിതത്തിന്റെ, അല്ലെങ്കിൽ കർത്താവിനെ അറിഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിത യാത്രയെ വഴിതിരിച്ചു വിടുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ചെന്ന് നിന്നിട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ നിൽക്കുമ്പോൾ, നമ്മുടെ ജീവിതയാത്രകളിൽ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന സമയത്ത്, ഒരു പ്രതിസന്ധിയുടെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ, ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ പരിവർത്തിക്കുവാൻ ആരംഭിച്ച, അല്ലെങ്കിൽ യേശു കർത്താവിന്റെ സാന്നിധ്യം, ആ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ്, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മൾ അറിയാത്ത അടുത്ത തലത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നയിക്കുന്നത്. അങ്ങനെ ഒരു നടത്തിപ്പ് നമുക്ക് അനുഭവിക്കണമെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ആ ഒരു സ്ത്രീ ഈ ഭൂമിയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന നിങ്ങളുടെ ഉള്ളിലുണ്ടായി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ അറിയാത്ത രീതിയിൽ, നമ്മൾ അറിയാത്ത രീതിയിൽ അപ്പോസ്തലനായ പൗലോസിന്റെ മിഷണറി യാത്രയോട് അനുബന്ധിച്ച് തന്റെ സ്വന്തം ജീവിതത്തോട് അനുബന്ധിച്ച് പറയുകയാണ്, ഞാൻ സ്വന്തമായിട്ടല്ല ഞാൻ മുൻപോട്ട് പോകുന്നത്. സ്നാനത്തോടൊക്കെ അനുബന്ധിച്ചാണ് ഒരു വ്യക്തി കർത്താവിനെ അറിഞ്ഞാൽ ഇനി ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ഞാൻ കർത്താവിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ മരിച്ച വ്യക്തിയാണ്, ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്, ഞാൻ കർത്താവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭമാണ്. ഇതെല്ലാം സ്നാനത്തോടനുബന്ധിച്ച് തന്റെ ജീവിതയാത്രയുടെ ആ ആരംഭ ഘട്ടത്തോടനുബന്ധിച്ച് പറയുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയപ്പോൾ എന്റെ സഹോദരങ്ങളോട് പോലും ആലോചന ചോദിക്കാതെ, ഇവരുടെ ആരുടെയും വാക്കിന് ഞാൻ വലിയ കാര്യം കൊടുക്കാതെ എന്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ട് അവൻ ഇതിനെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് എന്റെ കർത്താവ് എന്റെ ഉള്ളിൽ ജനിച്ചതുകൊണ്ട് ഞാൻ ആ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി, അവന്റെ കർത്താവിന് എന്നെ കുറിച്ചുള്ള ഇഷ്ടം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇതെല്ലാം കളഞ്ഞ് ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ഞാൻ ഓടുകയാണ്. ആ മിഷണറി യാത്രയിലുള്ള പൗലോസിന്റെ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്, എന്റെ കർത്താവേ, ഇത് വായിക്കുന്നവർ, ഇത് കാണുന്നവര്, അവൻ ഈ ഗലാത്യയിലുള്ള ദൈവമക്കളുടെ ഉള്ളിൽ കർത്താവ് ജനിച്ചിട്ട് ആ വേദന അവരുടെ ഉള്ളിൽ ഉണ്ടായിട്ട് അവരുടെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചെങ്കിൽ ഇങ്ങനെയല്ലായിരുന്നല്ലോ, ഇതിനപ്പുറത്തൊരു ദൈവത്തിന്റെ ഒരു നടത്തിപ്പുണ്ടായിരുന്നല്ലോ, ഇതിനപ്പുറത്തൊരു ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാരം ഉണ്ടായിരുന്നല്ലോ, അവർക്കത് അനുഭവിക്കുവാൻ കഴിഞ്ഞമായിരുന്നല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ സമയം പോകുന്നു, ഞാൻ പെട്ടെന്ന് എന്റെ വാക്കുകളെ നിർത്താം. ഈ രണ്ട് ഭാഗങ്ങൾ, ഒന്ന് യേശു കർത്താവ് ഉള്ളിൽ ജനിക്കുക, രണ്ട് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ്. ഈ യേശു കർത്താവിൽ കൂടെ നമ്മൾ അനുഭവിക്കുന്ന ആത്മീക ജീവിതത്തിന്റെ ആ ബാലപാഠങ്ങളിൽ കൂടെ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഒരു രണ്ട് വ്യക്തിയെ ഒന്ന് പരിചയപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകളെ നിർത്താം. ഈ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പും യേശു കർത്താവ് ജനിച്ചതും എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും?
2 വ്യക്തികൾ. ഒന്നാമത്തെ വ്യക്തി ഞാൻ പ്രസംഗിക്കുകയില്ല, ആ വ്യക്തിയെ മാത്രം പരിചയപ്പെടുത്താം. ഒന്നാമത്തെ വ്യക്തി യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം. അതിൽ അവിടെ നമുക്ക് ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 8-ാമത്തെ വാക്യം, യോഹന്നാൻ 3:8. കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. വളരെ സിമ്പിൾ ആണ്, പക്ഷെ എന്നാൽ അതിനൊരു ഭയങ്കര ആത്മീയ അർത്ഥം അടങ്ങിയിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് എന്താണ്? കർത്താവ് നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ നിങ്ങളെ ഓർത്ത് പ്രസവേദനപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പൗലോസ് അത് ഓർത്ത് വിഷമിക്കുകയാണ്, സങ്കടപ്പെടുകയാണ്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഈ യോഹന്നാൻ സുവിശേഷത്തിൽ മാത്രമാണ് ഈ ഒരു സംഭാഷണം നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശുവിനെ അറിഞ്ഞൊരു വ്യക്തി, ആ വ്യക്തി കർത്താവ് സംഭാഷണങ്ങളിലൊക്കെ നമുക്കറിയാം, മാനസാന്തരം, രക്ഷ, റീബർത്ത്, ഇതൊക്കെ എത്രയോ നല്ല ആത്മീയ അനുഭവങ്ങളാണെന്ന് അറിയാമോ? കർത്താവുമായിട്ട് ജീവിക്കുവാൻ, കർത്താവിനോട് ഒത്ത് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിനപ്പുറം ഒരു സന്തോഷമില്ല. സ്തോത്രം. ഇതിനപ്പുറം ഒരു ആനന്ദം കണ്ടെത്താൻ അവർക്ക് വേറെ വഴിയില്ല. ഇതിനപ്പുറം അവരുടെ ജീവിതത്തിൽ ഒരു എൻജോയ്മെന്റ് എന്ന് പറയുന്ന സമയം അവർക്കില്ല. ലോകപ്രകാരം വിദ്യാഭ്യാസം കാണുമായിരിക്കും, പണം കാണുമായിരിക്കും, ലോകപ്രകാരം എന്തെല്ലാം കാണുമായിരിക്കും, എങ്കിലും അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന റീബർത്ത് എന്ന് പറയുന്ന അനുഭവം, മാനസാന്തരം എന്ന് പറയുന്ന അനുഭവം, യേശുവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം, കർത്താവ് അകത്ത് വസിച്ചിട്ട് ആ കർത്താവിനെ ഉള്ളിൽ വഹിക്കുന്ന, ആ കർത്താവിന്റെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് കർത്താവിന്റെ ഹൃദയം എന്താണെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയം പകർന്ന് ഓരോ ദിവസവും കർത്താവിനോട് കൂടെ ചേർന്ന് നയിക്കുന്ന ഒരു ജീവിതം പോലെ ആനന്ദമുള്ള ഒരു ജീവിതം ഈ ഭൂമിയിൽ ഇല്ല പ്രിയമുള്ളവരെ. ഇവിടെ നിക്കോദിമോസിനോട് കർത്താവ് പറയുകയാണ്, നിക്കോദിമോസേ, നീ കർത്താവിനെ അറിഞ്ഞു, നിന്റെ അകത്ത് കർത്താവ് ജനിച്ചു, നമ്മുടെയൊക്കെ അകത്ത് കർത്താവ് ജനിച്ചതാണ്. ഇനിയും നിന്നെ നയിക്കാൻ പോകുന്നത് നീയല്ല, ഇനി നിന്നെ നയിക്കാൻ പോകുന്നത് നിന്റെ പരിശുദ്ധാത്മാവാണ് നിന്നെ നയിക്കാൻ പോകുന്നത്. നിന്റെ അകത്ത് വീണ ആ യേശു കർത്താവിന്റെ ജനനമുണ്ടല്ലോ, ആ യേശു കർത്താവ് നിന്റെ അകത്ത് വീണിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവും യേശു കർത്താവും കൂടെ നീ അറിയുന്ന രീതിയിലല്ല, നീ തീരുമാനിച്ചതുപോലെയല്ല, നീ തീരുമാനിക്കാത്ത അപ്പുറത്ത് വേറൊരു ഭാഗത്തേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, നിക്കോദിമോസ് ആരായിരുന്നു? ലോകപ്രകാരം വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ, ശാസ്ത്രി, പൊസിഷൻ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ വളരെ രഹസ്യമായി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. അകത്തൊരു നിഷ്കളങ്ക ഹൃദയം ഉണ്ടായിരുന്നു, ഒരു നിർമ്മല ഹൃദയം ഉണ്ടായിരുന്നു. വ്യാജമില്ലാത്ത, ചതിയില്ലാത്ത, വഞ്ചനയില്ലാത്ത ഒരു നല്ല ഹൃദയം നിക്കോദിമോസിനുണ്ടായിരുന്നു. ആ നിക്കോദിമോസ് യേശുവിന്റെ അടുക്കൽ വന്നു. സ്വർഗരാജ്യത്തെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ആ സ്വർഗരാജ്യത്തെ കുറിച്ച് കർത്താവിനോട് ഉള്ള സംഭാഷണത്തിനകത്ത് കർത്താവ് ഒരു വെളിപ്പാട് കൊടുക്കുകയാണ്. അവനോട് പറയുകയാണ്, നോക്ക്, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്കാണ് പോകുന്നത്, അതെവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നെന്നും അറിയുന്നില്ല. നമ്മളൊക്കെ പെന്തക്കോസ്തിനോട് അഭിമാനിക്കുന്നവരാണ്. പെന്തക്കോസ്തിനകത്ത് ജനിച്ചു ഓളം നേരത്തെ എനിക്ക് അഭിമാനമുണ്ട്. സ്തോത്രം. നമ്മുടെയൊക്കെ പിതാക്കന്മാര് കർത്താവിന് വേണ്ടി ഓടിയതും അധ്വാനിച്ചതും, എന്റെ മാതാവും പിതാവും 52 വർഷം കർത്താവിന്റെ വേലയിൽ കർത്താവിന് വേണ്ടി അധ്വാനിച്ചവരാണ്. 42 വർഷം അവരോട് ഒരുമിച്ച് പാഴ്സനയിൽ ജനിച്ചു വളരാൻ കർത്താവിന് ഭാഗ്യം നൽകിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിന്റെ വേദനകളും ദുഃഖങ്ങളിലും പങ്കുചേരുവാൻ കർത്താവിന് ഭാഗ്യം നൽകിയിട്ടുണ്ട്. എനിക്ക് ഓർക്കുമ്പോൾ അഭിമാനമുണ്ട്. പെന്തക്കോസ്തുകാരായ നമ്മൾ ഓരോ ദിവസം നമ്മൾ പാടുന്നത്, കർത്താവിനെ അറിയാൻ നമ്മുടെ കർത്താവിനെ അറിഞ്ഞുവെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറഞ്ഞുവെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. ആ പരിശുദ്ധാത്മാവാണ് പെന്തക്കോസ്ത് എന്ന് പറയുന്ന ആ ശക്തിയിൽ കൂടെ, അനുഭവത്തിൽ കൂടെ നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു പോകുന്നത്, നമ്മുടെ കുടുംബങ്ങളിൽ കടന്നു വന്നത്, നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ മാറ്റിമറിച്ചത്, നമ്മുടെ ജീവിതയാത്രയെ മാറ്റിമറിച്ചത്, നമ്മുടെയൊക്കെ വഴിത്തിരിവുകൾ നമുക്ക് നൽകി തന്നത് ആ പെന്തക്കോസ്ത് എന്ന് പറയുന്ന അനുഭവത്തിൽ കൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. ഈ നിക്കോദിമോസ് ഒരിക്കലും വിചാരിച്ചില്ല ഈ യേശുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ അടുത്ത നിക്കോദിമോസിന്റെ ജീവിതം എങ്ങനെയായിത്തീരുമെന്ന്.
നിക്കോദിമോസ് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഈ നിക്കോദിമോസിന്റെ അവസാന യേശുമായിട്ടുള്ള ജീവിതയാത്രയിൽ നിക്കോദിമോസ് യേശുവിന്റെ സാക്ഷ്യം വഹിക്കുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയാമല്ലോ. അതിന് 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് കാൽവരി കുരിശിൽ കടന്നു മരിച്ചു. യേശുവിന്റെ ശരീരമാകാൻ വേണ്ടി ആണ് യേശു കർത്താവ് നിക്കോദിമോസിനെ നേരത്തെ കണ്ടത്. കൂടെയുള്ളവരൊക്കെ എവിടെ പോയി? ശിഷ്യന്മാർ എവിടെ പോയി? അപ്പം കത്തുന്നവരൊക്കെ എവിടെ പോയി? അത്ഭുതം പ്രാപിച്ചതൊക്കെ എവിടെ പോയി? ഇവരാരെയും കണ്ടില്ല. ഇവരെല്ലാരും മാറി നിന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് ഈ വ്യക്തിയെ നയിച്ചത് എവിടേക്കാണെന്നറിയാമോ? യേശു കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ വേണ്ടി, രഹസ്യമായിട്ടായിരുന്നു, പബ്ലിക്കായിട്ട് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി നിക്കോദിമോസ് ഒരിക്കലും അറിഞ്ഞില്ല. ഇതുപോലെ കാലം ഈ വാക്കുകൾ കേൾക്കുന്ന ദൈവമക്കളെ, ക്രിസ്തു ഉള്ളിൽ ജനിച്ച ദൈവമക്കളെ, ആ ക്രിസ്തു വളരുവാൻ നിങ്ങൾ അനുവാദം കൊടുത്താൽ, ആ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ വേദനയോടെ സങ്കടപ്പെട്ട് ഒരമ്മ, ഒരു സ്ത്രീ, ഒരു കുഞ്ഞിന് ഈ ഭൂമിയിൽ ജന്മം നൽകി കൊടുക്കുവാൻ വേദനയോടെ പ്രാർത്ഥിക്കുന്നത് പോലെ ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തുടങ്ങിയാൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളോടും പറയാണ്, അടുത്ത നിമിഷം തീരുമാനിക്കുന്നത് ഞാൻ നിങ്ങളുമല്ല, നമ്മുടെ അകത്ത് വീണ യേശു കർത്താവാണ്. ആ യേശു കർത്താവിന്റെ ജനനമാണ്, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പാണ്. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമതൊരു വ്യക്തി എന്നെ സമീപം പോകുന്നു. രണ്ടാമതൊരു വ്യക്തി ലിറ്ററലി യേശുവിനെ ഉദരത്തിൽ വഹിച്ച വ്യക്തി. ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം വളരെ പരിചയമുള്ളതാണ്. യേശു കർത്താവിന്റെ അമ്മ, യേശു കർത്താവിന്റെ അമ്മയും എലിസബത്തും തമ്മിലുള്ള സംഭാഷണം. ആ സംഭാഷണത്തിനകത്ത് എനിക്ക് എത്ര വായിച്ചാലും തൃപ്തി വരാത്ത, അല്ലെങ്കിൽ എത്ര വായിച്ചാലും അതിന്റെ ആഴങ്ങൾ മനസ്സിലാകാത്ത ആ മറിയ പറയുന്ന 2-3 വാക്കുകളുണ്ട്. മറിയയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 46-ാമത്തെ വാക്യം മുതൽ 56-ാമത്തെ വാക്യം വരെ മറിയ ദൈവസന്നിധിയിൽ നന്ദി പറയുകയാണ്. എന്താണ്? യേശു കർത്താവിനെ ഈ ഭൂമിയിൽ ജന്മം നൽകി കൊടുക്കാൻ വേണ്ടി മറിയ തന്റെ ജീവിതത്തെ മാറ്റിവെച്ചു. എല്ലാം അനുകൂലമായിരുന്നപ്പോഴല്ല, എല്ലാം പ്രതികൂലമായിരുന്നപ്പോൾ. റോമൻ യഹൂദ നിയമപ്രകാരം, മോശയുടെ ന്യായപ്രമാണ പ്രകാരം വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീ അവൻ കുഞ്ഞിന് ജന്മം നൽകി കൊടുത്താൽ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള സകല നിയമം ഉള്ളപ്പോൾ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ചിറങ്ങി തിരിച്ച് പ്രതികൂലങ്ങളെ നോക്കാതെ, മുമ്പ് നോക്കാതെ, പുറകെ നോക്കാതെ, അകത്ത് ജനിച്ച യേശുവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിനാൽ ജന്മം നൽകി കൊടുക്കുവാൻ തന്റെ ജീവിതത്തെ സമർപ്പിച്ച മറിയ ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ലൂക്കോസ് 1:46 മുതൽ. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു, അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചുവല്ലോ, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായ എനിക്ക് വലിയ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ, അവനെ ഭയപ്പെടുത്തുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് മറിയ പറയുന്നത്. എന്തുകൊണ്ടാണ്? ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ, യേശുവിനെ ലിറ്ററലി ഉദരത്തിൽ വഹിക്കുവാൻ തന്റെ ജീവിതം മാറ്റിക്കൊടുത്തു. പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിന് വേണ്ടി, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരുപക്ഷെ പൗലോസ് ഏത് രീതിയിലുള്ള വേദനയാണെന്ന് അറിയത്തില്ല, പക്ഷെ എന്നാൽ പൗലോസിന്റെ പ്രാർത്ഥന അതായിരുന്നു. തന്റെ മിഷണറി യാത്രയിൽ യേശുവിനെ എത്ര അടുത്തറിഞ്ഞിട്ടും യേശുവിന് വേണ്ടി എത്ര സാക്ഷ്യം വഹിച്ചിട്ടും പൗലോസ് പറയുകയാണ്, കർത്താവേ, ഈ യേശു കർത്താവ് ഒന്നുകൂടെ എന്റെ ഉദരത്തിൽ നിന്ന് ജനിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ആയിത്തീർന്നാൽ എത്ര നല്ലതായിരുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നിമിഷവും എല്ലാപ്പോഴും ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ ഇതുപോലെ കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ കൂടെ ആമേൻ ഇവിടെയുള്ള ഓരോ ദൈവമക്കളോടും ഓർപ്പിക്കുന്നത് 2 കാര്യമാണ്. ഒന്ന്, കർത്താവ് നിങ്ങളുടെ മുന്നിൽ വീണു. അങ്ങനെ ഉള്ളിൽ വീണുവെങ്കിൽ നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിനാണ് ഒരു നടത്തിപ്പുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിയന്ത്രിക്കും. അടുത്ത ദിവസം തീരുമാനിക്കുന്നത് നിങ്ങളല്ല, അടുത്ത ആഴ്ച തീരുമാനിക്കുന്നത് നമ്മളല്ല, ആമേൻ അടുത്ത നാളുകൾ എങ്ങനെ പോലും തീരുമാനിക്കുന്നത് നമ്മളല്ല. കർത്താവ് ഉദരത്തിൽ ജനിച്ചുവെങ്കിൽ, ഒരു റീബർത്ത് നടന്നുവെങ്കിൽ,
ഒരു റെപ്പന്റൻസിന്റെ അനുഭവം നടന്നുവെങ്കിൽ, ഒരു സാൽവേഷന്റെ ഒന്നാമത്തെ അനുഭവം നടന്നുവെങ്കിൽ, ദൈവാത്മാവ് പറയുകയാണ് അടുത്ത ഭാഗത്തേക്ക് ദൈവാത്മാവ് നിങ്ങളെ നയിക്കും. ഞങ്ങളുടെ നല്ല ദൈവമേ, നമ്മുടെ സ്വർഗീയ പിതാവേ, കേട്ട തിരുവചനത്തിന് മുൻപാകെ അടിയങ്ങളെ ഞങ്ങളെ താഴ്ത്തുന്നു, ഞങ്ങളെ വിനയപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിക്കോദിമോസിനെ കർത്താവ് കണ്ടു, മറിയെ കർത്താവ് കണ്ടു. ആ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥനയുടെ ഏറ്റവും നല്ല അനുഭവങ്ങൾ, വ്യാഖ്യാനങ്ങൾ തന്റെ ജീവിതയാത്രയോടനുബന്ധിച്ച് പറയുകയാണ്, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ഉദരത്തിൽ നമ്മൾ ജനിക്കണമേ. ആ വേദനയോടെ ഓരോ ഇന്ന് പകൽക്കാലം ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ താഴ്ത്തുന്നു. യേശുവിനെ കേൾക്കണമേ പിതാവേ. സമയം നൽകുന്ന ദൈവസഭയ്ക്ക് കർത്താവിന്റെ ആശീർവാദം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയും ഉള്ളത്തിൽ കൈക്കൊണ്ട ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട ആത്മമരണം മാറും ജീവിതവൻ പാഴും ആത്മമരണം മാറും ജീവിതവൻ പാഴും കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. അനുഗ്രഹീതമായ ഈ ധന്യ നിമിഷത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു സാവകാശം നൽകി തന്ന പാസ്റ്റർ ബെൻസൺ കുടുംബം, കർത്താവിന്റെ ദാസൻ, ഏവരോടുമുള്ള അകമഴിഞ്ഞ സ്നേഹവും നന്ദിയും യഥാർത്ഥതയും ദൈവനാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഇത്രയും പേരുടെ മുമ്പിൽ അയൽമ കർത്താവ് കൃപ നൽകിയാൽ ഓരോരുത്തർ സ്തോത്രം. Let me have a small brief introduction about me. എൻ്റെ സ്ഥലം കൊട്ടാരക്കരയാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഡാലസിലെ ഫോർട്ട് വർത്തിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദീർഘനാളായിട്ട് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കാൻ കർത്താവ് കൃപ നൽകി. ധാരാളം സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ കർത്താവ് സഹായിച്ചു. ഇവിടെ വന്നതിന് ശേഷവും കർത്താവെ, ഞങ്ങൾ വെറുതെ ഇങ്ങനെ ചുമ്മാ പഠിച്ചു പോകാതെ കർത്താവിൻ്റെ വേലയും കൂടെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ സോ വി ജസ്റ്റ് സ്റ്റാർട്ടഡ് എന്താ പറയുക, ഒരു ചർച്ച് പ്ലാന്റിംഗ് മിനിസ്ട്രി ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ആരംഭിച്ചു. സോ വി ഹാവ് കപ്പിൾ ഓഫ് ഫാമിലീസ് വി അപ്രോച്ച് ദം, ഡിസൈപ്ലിംഗ് ദം. കുറച്ച് ഫാമിലീസ് ഞങ്ങളോടൊപ്പം ഉണ്ട്. അവർ കുറച്ച് മലയാളീസ് കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ people from Sri Lanka, people from Afghanistan, people from different countries. So we approach them, we get chance to meet them once in a week. പിന്നെ ഞങ്ങളെല്ലാ സൺഡേ ഈവനിങ്ങിലും കഴിവുന്നിടത്തോളം കൂടി വന്ന് ദൈവദിനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. സോ ദൈവം നൽകിയ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ഭാരതത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. നമ്മളെവിടെ പോയാലും സുവിശേഷത്തിന് പ്രാധാന്യം കൊടുക്കണം. കാരണം you know the power of salvation, right? കർത്താവിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ രക്ഷയുടെ പ്രാധാന്യവും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയുകയില്ല. സോ വാട്ട് വി ഡു, എവിടെ പോയാലും കർത്താവിനെ സാക്ഷീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിപ്പം വാൾമാർട്ടിലാണെങ്കിലും എന്താ പറയുന്നത്, ഗ്യാസ് സ്റ്റേഷനിലാണെങ്കിലും എവിടെയും കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കണം. അതിനൊരിക്കലും ലജ്ജിക്കുവാൻ ഇതുവരെയും കർത്താവ് കൃപയാക്കിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. സോ ഐ വാണ്ട് ടു എൻകറേജ് യു ടു ബി എ വിറ്റ്നസ് ഓഫ് ക്രൈസ്റ്റ് wherever you are. Maybe you are in the college, you are going to the college, you can be a witness of Christ. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷ്യമാകുക. കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. അങ്ങനെ ഒരു എൻകറേജ്മെന്റ് ഈ പ്രാരംഭത്തിൽ നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൻസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 2017 എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വന്നിരുന്നു സൗത്ത് ഡക്കോട്ടയിൽ ഒരു ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യാനായിട്ട്. ആ സമയത്ത്
എൻ്റെ സ്നേഹിതൻ ബ്രദർ സിൽബു ചൊറിയാൻ ഡാളസിലുണ്ട്. അദ്ദേഹം വഴിയാണ് ഞാൻ പാസ്റ്റർ ബെൻസിനെ പരിചയപ്പെടുന്നത്. അതോടൊപ്പം ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെ കർത്താവ് മാനിക്കട്ടെ. സഹോദരിക്കായി സ്തോത്രം. ജോസ്ബി പാസ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണ്. ദീർഘവർഷങ്ങളായിട്ട് കർത്താവിൻ്റെ വേദിയിൽ ആയിരിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും ഓർത്തപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ തിരുവചനം പാസ്റ്റർ ജെയിംസ് ജോയിലൂടെ കേൾപ്പാനിടയായി തീർന്നു. അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷിപ്പാൻ കർത്താവ് കൃപ നൽകി. വെള്ളം ചേർക്കാതെ ശുശ്രൂഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവരാണ് അദ്ദേഹവും. ഞങ്ങളെല്ലാം അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ആത്മീയ ഗോളം എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയോ ചെയ്യാനുള്ള പങ്കലാപ്പ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവസാന വിധി കേൾക്കുമ്പോൾ നല്ലവരും വിശ്വസ്തനുമായ ദാസനെ അത് മാത്രം മതി എന്ന് ആഗ്രഹിച്ചു പോകുന്ന കുറച്ച് ദേവദാസന്മാരാണ് ഞങ്ങൾ. ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ് നാം കേട്ടത്. ഞാനും വളരെ അനുഗ്രഹമാണ്. കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാൻ അവിടെ ചിന്തിച്ചു പോയി. കർത്താവ് നമ്മളിൽ വളരണം, കർത്താവിൽ നമ്മൾ ജനിക്കണം, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിയന്ത്രിക്കപ്പെടണം. ദാറ്റ് ഈസ് അൾട്ടിമേറ്റ്, റൈറ്റ്? ദൈവത്താൽ ജനിക്കപ്പെടുകയും ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. അതിനുവേണ്ടിയ കർത്താവ് സ്ക്രിപ്ചറല്ല നമുക്ക് നൽകി തന്നത്. ഇന്ന് പകലില് അതിനോടനുബന്ധിച്ച് ഒരു 15 മിനിറ്റും കൂടെ ഞാൻ കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്താൽ ജനിച്ച ഒരു വ്യക്തി, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിലും ചലഞ്ചസ് ഉണ്ട് എന്ന് നാം മറന്നുപോകരുത്. Praise the Lord. So നമ്മൾ as long as we live in this world, we have a lot of troubles, we have a lot of temptations, we have a lot of tests in our life. So എൻ്റെ നാട്ടില് ഒരു സഹോദരനുണ്ട്. ഞാൻ കൊട്ടാരക്കരയാണെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചാത്തന്നൂര് ഒരു മദ്യ ദുരന്തം ഉണ്ടായപ്പോൾ അതിന്റെ ഭാഗമായി ജയിലിൽ പോവുകയും അവിടെ വെച്ച് ദൈവവചനം വായിക്കുകയും രക്ഷിക്കപ്പെട്ട് മടങ്ങി വന്ന എൻ്റെ സ്ഥലം നെല്ലിക്കുന്ന കൊട്ടാരക്കരയില് അവിടെ കർത്താവിന്റെ സാക്ഷിയായി ആ സഭകളിൽ പോയി ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി പൊടുന്നനവേ താൻ അതെല്ലാം വിട്ടിട്ട് തൻ്റെ പഴയ ദേവാലയത്തിൽ കടന്നുപോയി, അമ്പലങ്ങളിൽ കടന്നുപോയി അവിടെ നേർച്ചപാടുകൾ ചെയ്യുവാനായിട്ട് തുടങ്ങി. സോ ഞാൻ പറഞ്ഞു വന്നത്, ആത്മീയ ഗോളത്തിൽ ജനിച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഈ ലോകത്തിൽ ഉണ്ട് എന്ന് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നും പറഞ്ഞ് പിശാചിന് മഹത്വം കൊടുക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പോരാട്ടമുണ്ട് ഈ ലോകത്തിൽ എന്ന് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ കർത്താവിനാൽ ജനിച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ ഈ ലോകത്തിൽ പിശാച് നമ്മളെ വേട്ടയാടുന്നുണ്ട് എന്നൊരു കാര്യം ഞാൻ നിങ്ങൾ മറന്നു പോകരുത് എന്ന് പറയുവാനായിട്ടാണ് ഞാൻ ആ സാക്ഷ്യത്തെ ഇവിടെ ഉദ്ധരിച്ചത്. പൽസലെ സഹോദരങ്ങളെ, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനമാണ്. നാം പലപ്പോഴും അത് കേട്ടിട്ടുണ്ട്. The Gospel according to Luke, chapter 4, verses 1 to 30. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെ. ആ വാക്യം നമുക്ക് അറിയാമെങ്കിലും നമ്മളൊന്ന് വായിച്ചു വിടുന്നത് നല്ലതാണ്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടു പോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അതെങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ അവനെ യെരൂശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക. നിന്നെ കാപ്പാൻ അവൻ നിന്റെ ദൂതന്മാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ
വണ്ണം അവർ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് ആജ്ഞ ചെയ്തിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. നമുക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്. സോ ഇത് ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നു. കർത്താവേ, ഡെൻവറിലോട്ട് പോകുകയാണ്, ഞാൻ അവിടെ എന്താണ് ശുശ്രൂഷിക്കേണ്ടത് എന്ന് ദൈവാത്മാവിൽ പ്രാർത്ഥിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്ക് ലഭിച്ച ഒരു ദൈവിക ആലോചനയാണ് ഈ വാക്യത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ ഇവിടെ അത് ഇവിടെ ഒരു ടെംപ്റ്റേഷനെ കുറിച്ചാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത്. വേദപുസ്തകത്തിൽ ടെസ്റ്റും ഉണ്ട്, ടെംപ്റ്റേഷൻസും ഉണ്ട്, അല്ലേ? സോ ടെസ്റ്റ് 10ാം ക്ലാസ് പാസ്സായാൽ എന്ത് ചെയ്യാം? 11ാം ക്ലാസ്സിലോട്ട് പോകാം. അപ്പൊ പോസിറ്റീവ് ഇന്റൻഷനോട് കൂടിയാണ് എപ്പോഴും എന്ത് നടക്കുന്നത്? ടെസ്റ്റ് വരുന്നത്. കർത്താവ് അതാ തരുന്നത്. കർത്താവാണ് യഥാർത്ഥത്തിൽ ടെസ്റ്റ് വരുന്നത്. പക്ഷെ ടെംപ്റ്റേഷൻ കൊണ്ട് തരുന്നത് ആരാ? പിശാച. ടെംപ്റ്റേഷന്റെ ഇന്റൻഷൻ എന്തുവാ? നമ്മളെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക? ഒന്ന് പുള്ളി ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ടെസ്റ്റ് ആൻഡ് ടെംപ്റ്റേഷൻ. ടെസ്റ്റ് വന്നാൽ നല്ലതാണെന്ന് ചിന്തിക്കണം, ഇല്ലേ? ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഒരാൾക്ക് പഠിക്കാനായിട്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ ടോഫലിന്റെ ടെസ്റ്റ് പാസ് ആകണം. ടെസ്റ്റ് എഴുതാതെ എന്ത് ചെയ്യാൻ പറ്റുകയില്ല, ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കും. അപ്പൊ ടെസ്റ്റ് ഈസ് ഗുഡ് ആക്ച്വലി ഫോർ ദ പ്രൊമോഷൻ ഓഫ് അവർ ലൈഫ്. സോ ടെസ്റ്റ് വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷെ അത് നല്ലൊരു റിസൾട്ടിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് ടെസ്റ്റിനെ കാണുമ്പോൾ നമ്മൾ ആരും വിഷമിക്കരുത്. എന്തെങ്കിലും ടെസ്റ്റ് വരുമ്പോൾ നമ്മൾ ആരും ദുഃഖിക്കരുത്. ദാറ്റ്സ് ഫോർ ദ ഗുഡ് ഇന്റൻഷൻ, ഫോർ ദ ഗുഡ് ഫ്യൂച്ചർ ഓഫ് അവർ ലൈഫ്, റൈറ്റ്? സോ പക്ഷെ ടെംപ്റ്റേഷൻ അങ്ങനെ അല്ല യഥാർത്ഥത്തിൽ. ടെംപ്റ്റേഷൻ ഈസ് ഓൾവേസ് ലുക്കിംഗ് us to pull us back. ദൈവത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? തള്ളി വിടാനായിട്ടാണ് ടെംപ്റ്റേഷൻ നമ്മളിലേക്ക് കടന്നു വരുന്നത്. എനിക്കറിയാം നിങ്ങളിൽ ആർക്കും ടെംപ്റ്റേഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല. എനിക്കൊക്കെ ടെംപ്റ്റേഷൻസ് ഉണ്ടാകാറുണ്ട്. ടെംപ്റ്റേഷൻ ആരെങ്കിലും ഉണ്ടാകാറുണ്ടോ? ഇല്ല, അങ്ങനെ ഫസ്റ്റ് വളരെ തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളതാണ്. സോ വി ഹാവ് ടെംപ്റ്റേഷൻ. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്, ഇത് ഉള്ളതാണ്. ഇതിനെ രണ്ടിനെയും നമ്മൾ ഓവർകം ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. ഒരു വിശ്വാസ ജീവിതത്തിൽ ദൈവത്താൽ ജനിക്കപ്പെട്ടവൻ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവൻ, ഇത് രണ്ടിലൂടെയും ഒന്ന് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. സോ വി ഹാവ് ടു ഹാവ് എ വണ്ടർഫുൾ റിസൾട്ട് when we go through the test and we have to overcome the temptation that we face in our life. ഇത് കമ്പൽസറി ആണ്. ഇതില്ലാതെ നമുക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. ജോബിന്റെ ചരിത്രം നമുക്കറിയാം. അവിടെ എത്തിയിട്ട് നല്ലൊരു ഉദാഹരണമാണ് ജോബ്, ഇല്ലേ? ആ ടെസ്റ്റിൽ എന്ത് ചെയ്തു? എല്ലാം നഷ്ടപ്പെട്ടു. അത്രത്തോളം കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ഉണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം പോയി. വീട് പോയി, സ്വത്ത് പോയി, ഭാര്യ തെളിച്ചു പറഞ്ഞു, കുഞ്ഞുങ്ങളെല്ലാവരും പോയി, സകലതും നഷ്ടപ്പെട്ടു. പക്ഷെ എന്നിരുന്നിട്ടും ആ ടെസ്റ്റിൽ ആര് ജയിച്ചു? നമുക്കായിരുന്നെങ്കിലോ? ആ ടെസ്റ്റ് നമ്മുടെ ജീവിതത്തിലാവുന്നിരുന്നെങ്കിലോ നമ്മളെന്തായി തീരുമാനിക്കണം? പ്രൈസ് ദി ലോർഡ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കടന്നു പോകട്ടെ. സോ ടെംപ്റ്റേഷൻ, ഇവിടെ യേശുവിന്റെ ജീവിതത്തിലുള്ള ടെംപ്റ്റേഷൻ എന്തിനു വേണ്ടിയായിരിക്കും ഈ ടെംപ്റ്റേഷൻ നാരേറ്റീവ് ഈ ലൂക്കും മാത്യുവും മാർക്കും എല്ലാം പ്രസന്റ് ചെയ്തത്? there is a message to communicate to the new generation. നമ്മളോട് കർത്താവിനെ അറിയാം, ഇത് കർത്താവ് ഓവർകം ചെയ്തു പോകും. പക്ഷേ there is a particular purpose behind it, a message that has to be communicated through this passage. അതെന്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ടെസ്റ്റ് നോക്കിക്കുക, എന്താണ് ടെംപ്റ്റേഷൻ അവിടെ നടന്നത്? അതിന് മുൻപ് ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, he was full of the Holy Spirit. ദേവദാസൻ പറഞ്ഞതിന്റെ ബാലൻസ് ആയിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. full of the Holy Spirit. ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിച്ചു, ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നു. ഇപ്പോൾ പരീക്ഷിക്കപ്പെടുവാനായിട്ട്, പരിശോധിക്കപ്പെടുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പിശാചിന്റെ കയ്യിലോട്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നു. കാരണം we have to be tested. എല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. രസകരമായ ഒരു കാര്യം ചോദിച്ചാൽ he was taken to the wilderness for the test, ഇല്ലേ? ഈ വിൽഡർനെസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഞാൻ ഒരുപാട് ചിന്തിച്ചു നോക്കി. ബിക്കോസ് മെസ്സേജ് പറയുന്നതിന് മുമ്പ് അത് എനിക്കൊന്ന് വരണമല്ലോ, ഞാനൊന്ന് ചിന്തിച്ചു. That's the way I always do. മെസ്സേജ് കൊടുക്കുന്നതിന് മുമ്പ് ഇത് എന്നോടൊന്ന് സംസാരിക്കണമല്ലോ.
ഈ വിൽഡർനെസിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകും. എല്ലാവരും കടന്നു പോകും ജീവിതത്തിൽ. അവിടെയാണ് യഥാർത്ഥത്തിൽ പ്ലേസ് ഓഫ് ഫോർമേഷൻ. ഞാൻ നിങ്ങളും ആരാണ് എന്ന് അറിയുന്ന ഭാഗം അതാണ്. ഒരിക്കൽ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ദൈവമേ, can you help me to define who am I? ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാനായിട്ട് നീ എന്നെ ഒന്ന് സഹായിക്കണമേ കർത്താവേ. കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞു, when you are alone, what you are is who you are. മനസ്സിലായോ? നീ തനിയെ ഇരിക്കുമ്പോൾ നീ എന്താണോ അതാണ് നീ. നീ ഓഫീസിൽ ഇരിക്കുമ്പോൾ മാതാപിതാക്കളോ പേരൻസോ സഹോദരങ്ങളോ ഭാര്യയോ കുഞ്ഞുങ്ങളോ ഇല്ലാതിരിക്കുമ്പോൾ നീ എന്താകുന്നുവോ അതാണ് നീ. കൂട്ടത്തിൽ പാടാനും പിന്നെന്തോ വസ്ത്രം, വെള്ളത്തിൽ പൂട്ടാനും എന്താ ഈസി. വളരെ മനോഹരമായ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കടന്നു വന്ന് പാട്ടുപാടി ആരാധിക്കുമ്പോൾ ഇപ്പൊ കർത്താവ് വന്നാൽ സ്വർഗത്തിൽ പോകും. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ചിന്തിച്ചിട്ടുണ്ടോ? So what we are actually, നമ്മൾ എന്താണ് അത് മരുഭൂമിയിൽ എത്തുമ്പോഴാണ്. നമ്മൾ തനിയെ ഇരിക്കുമ്പോൾ നമ്മൾ എന്താണോ അതാണ്. കുഞ്ഞുങ്ങളെ, when you have internet with you, no one will see you what you are watching, but God is watching you. God wanted to test you whether you will be able to pass the test. രാത്രിയുടെ യാമങ്ങളിൽ ജോലി കാര്യങ്ങളിലൊക്കെ നമ്മളായിരിക്കുമ്പോൾ പിശാച് കൊണ്ടുവരുന്ന ടെംപ്റ്റേഷനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുകയാണ് ഞാൻ ആരാണെന്നുള്ളത്. കഴിഞ്ഞ ദിവസം പാസ്റ്റർ സാബിയുടെ മകന് ഒരു മാജിക് കാണിക്കുക. മാജിക് കാണിക്കുമ്പോൾ ഒരു 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 വയർ അവനിങ്ങനെ വെച്ചിട്ട് കാണിച്ചിട്ട് പറഞ്ഞു അതിങ്ങനെ ഇരിക്കും. നമ്മൾ കൊടുക്കുന്ന പൈസ നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകത്തില്ല, അത് മുടിഞ്ഞു വീഴും, താഴോട്ട് കൊണ്ടുപോകത്തില്ല. സ്വത്രാഴ്ച ഇടുന്നത് നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകത്തില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയാം, ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവർത്തികളോ നന്മകളോ പാസ്റ്റർക്ക് കൊടുക്കുന്ന അധികമായ സ്തോത്രങ്ങളാണോ ഒന്നും തന്നെ നമ്മളുടെ ഐഡന്റിറ്റിയെ ഫോം ചെയ്യുകയില്ല. നമ്മുടെ ക്രിസ്ത്യൻ ഐഡന്റിറ്റിയെ ഫോം ചെയ്യുന്നത് ഞാൻ എന്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആരായിരിക്കുന്നു എന്നുള്ളതാണ്. So when you are alone at home, when you are alone at your working place, define who you are. അതൊരിക്കലും നടന്നു പോകരുത്. സോ ഈ വിൽഡർനെസിന്റെ അനുഭവത്തിൽ കർത്താവ് എത്തി. കർത്താവിന് അവിടെ ഒരു 3 വിധമായ കാര്യങ്ങൾ ഇന്നത്തെ ജനത്തോട് പറയുവാൻ. He was able to overcome all the temptation. പക്ഷെ നമ്മളോട് പറയുവാനായിട്ട് കർത്താവിന് ചിലതുണ്ട്. ഒന്നാമത്തെ ടെംപ്റ്റേഷൻ എന്താണെന്ന് പറയുന്നത്, കർത്താവ് വിശ്വസിക്കുന്നു. പരീക്ഷകൻ അടുത്തു വന്നു എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞേ? നല്ല കാര്യമല്ലേ പറഞ്ഞേ? അല്ലേ? എടാ നീ വിശന്നിരിക്കുക, എന്താ ചെയ്തോ? എന്തോ ഒരു സ്വീറ്റ് ആൻഡ് സോൾട്ട് വണ്ടർഫുൾ. എന്താ നല്ലൊരു ഫ്രണ്ട് അടുത്ത് വന്ന് പറയുകയാണ്, നീ ഇതന്ന് കഴിക്കും. നമ്മുടെ താരത്തിൽ എന്തോ പറഞ്ഞാൽ എന്തോ നല്ല ഫ്രണ്ടാ. ഇതിനാ വിവേചനം എന്നൊക്കെ പറയേണ്ടത്. ആരെങ്കിലും നമ്മളടുത്ത് വന്ന് 10 നല്ല വാക്ക് പറയുമ്പോൾ ചിന്തിച്ചോണം എന്തോ ഒരു പ്രശ്നം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പക്ഷെ there are people, they are good. ഞങ്ങൾ പറയാറുണ്ട് കൗൺസിലിംഗ് പെർസ്പെക്റ്റീവില് ഈ സ്ട്രോക്ക് കൊടുക്കുന്നു, അതായത് എൻകറേജ് ചെയ്യുന്നു പറയുന്നത് 3 മിനിറ്റ് കൂടെ ഞാൻ എന്തോ ചെയ്യുന്നു. ഓക്കെ, ഒന്ന് പോസിറ്റീവ് സ്ട്രോക്ക്. കുഴപ്പമില്ലല്ലോ, ഉണ്ടോ? കുറച്ചുകൂടെ സമയം പോയാ ഇല്ല. 3 സ്ട്രോക്ക് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് സ്ട്രോക്ക്. എനിക്ക് സത്യം പറഞ്ഞ പോസിറ്റീവ് സ്ട്രോക്ക് ഒന്ന് പാസ്റ്റ് പറയും. എന്താണെന്ന് അറിയുമ്പോൾ എത്ര മനോഹരമായ വീഡിയോ. ഞാൻ ആ സമയം നോക്കുമായിരുന്നു, എന്തോ പെർഫെക്റ്റ് ആയിട്ട് പാസ്റ്റ് വീഡിയോ എന്നുള്ളത്. വാട്ട് എ വണ്ടർഫുൾ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുമായിരുന്നു അവിടെ. അതെനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും. നെഗറ്റീവ് സ്ട്രോക്ക് എനിക്ക് കേൾക്കും. നെഗറ്റീവായിട്ടും പറയാം. പ്ലാസ്റ്റിക് സ്ട്രോക്ക് ഉണ്ട്. എന്താണെന്ന് അറിയാമോ? പ്ലാസ്റ്റിക്. ഓ പാസ്റ്റർ വണ്ടർഫുൾ, യു ആർ സോ സ്വീറ്റ്. അമേരിക്കൻസ് പറയുന്നത് യു ആർ സോ വണ്ടർഫുൾ, യു ആർ സോ സ്വീറ്റ്. ഇറ്റ്സ് നോട്ട് കമ്മിങ് ഫ്രം അവർ ഹാർട്ട്, റൈറ്റ്? ഓ എന്താ നമ്മൾ എവിടെ അറിയുന്ന പോസിറ്റീവ് സ്ട്രോക്ക്. സോ അത് അങ്ങനെ കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ. പക്ഷെ പരീക്ഷയ്ക്ക് നടത്തുന്നത് ഹിസ് ഇന്റൻഷൻ വാസ് വെരി റോങ്, വെരി റോങ്. എന്തായാലും നന്നാക്കാനായിട്ട് അല്ല അവൻ എന്ത് വന്നത്. പിശാച് അടുത്ത് വരുന്നത് എന്തിനു വേണ്ടി അല്ല,
എന്തായാലും ഇവനൊന്ന് രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് എന്തായാലും അവൻ നോക്കത്തില്ല. ചതിയെ മനസ്സിലാക്കണം എന്നതാണ് ഞാൻ പറയുന്നത്. നമ്മൾ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ. പരീക്ഷകൾ നിന്റെ അടുത്ത് വന്നിട്ട് നിനക്ക് സുഖകരമായ രീതിയിൽ എന്തെങ്കിലും പറയുകയോ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ ഒന്ന് വിവേചിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് പറഞ്ഞ ആൻസർ എന്താണ്? എന്താ കർത്താവ് പറഞ്ഞേ? മനുഷ്യൻ man shall not live by bread alone. Bread alone. Deuteronomy chapter 8 verse 3. Can വായിക്കാമോ? ആവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ നിന്ന് കർത്താവ് പടമെടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ എന്ത് ചെയ്തേ? ഈ പിശാചിനെ ജയിക്കുന്നു. So you must have some Bible verses in you. ദേവദാസൻ പ്രാർത്ഥന എന്നൊരു ശുശ്രൂഷ ചെയ്യാറുണ്ട്, ഞാൻ കാണാറുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നതെല്ലാം ദൈവത്തിന്റെ വചനങ്ങളാണ്. So we have a foundation. നമുക്ക് എന്തുണ്ട്? ദൈവത്തിന്റെ വചനം കൊണ്ട് ഒന്ന് താങ്ങാൻ, ഒന്ന് നിൽക്കാൻ. യേശുക്രിസ്തു കർത്താവ് എന്തോ ചെയ്തേ? പഴയ നിയമത്തിലെ വാക്യത്തെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു man shall not live by bread alone. കർത്താവ് അവിടെ നിർത്തിയില്ല. എന്നിട്ട് പറഞ്ഞു there is another option. What is an option? But every word that proceeds from the mouth of God. ഇതിന്റെ അർത്ഥമുണ്ട് യഥാർത്ഥത്തിൽ. മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, ഇന്നത്തെ സഭയിൽ കർത്താവിനെ പറയാനുള്ള ഒരു ദൂതായിരുന്നു. സോ പിശാചിന്റെ ഒരു തന്ത്രമാണ്. എന്താണെന്നറിയാമോ? എല്ലാം ഒരു മാനുഷികരമായിട്ടുള്ള രീതിയിൽ മാത്രം ദൈവത്തെ കൊണ്ടാണ് മുന്നിൽ. ഏതിലാണ്? നിന്റെ ബിഷപ്പിനാണെങ്കിലും നിന്റെ ഭൗതിക നന്മകൾക്കാണെങ്കിലും നീ സ്വയം ഒന്ന് വർക്ക് ചെയ്തു. ഈ ദൈവത്തെ എന്ത് ചെയ്യണ്ട? You know the trick? പിശാച് എപ്പോഴും നമുക്ക് പറയും you have ability, you are very good, you are powerful, you are educated. നിന്നെ കൊണ്ട് എല്ലാം പറ്റും. നീ ദൈവത്തിൽ എന്ത് ചെയ്യണ്ട? ആശ്രയിക്കുക. You understand my point? So this is the trick actually പിശാച് കൊണ്ടുവരുന്നത്. Looking into ourselves, so very good, you are doing PhD, you are wonderful, you are able to resolve the stuff. No, I have to go back to God to know what God wants to tell to me to follow. ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ സൊല്യൂഷൻ ആണ് ഏറ്റവും നല്ലത്. ഈ അപ്പം കല്ലപ്പമായി തീരുക ഒക്കെയാണ് മനുഷ്യൻ റൺ ചെയ്യുക മനുഷ്യന്റെ കാര്യങ്ങൾക്ക് വേണ്ടി. എത്ര പേർക്ക് മനസ്സിലാവുന്നു എന്റെ ആ ഒരു ഇന്റൻഷൻ പറയുന്നത്? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, ഒരു വിഷയത്തിന്റെ മേൽ സ്വയമായി തീരുമാനമെടുക്കാൻ പിശാച് സെൽഫിഷ് ആയിട്ട് നമ്മളെ കൊണ്ടുപോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നീ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. So you do not trust in you. When you take a decision, ആ പാർട്ട് കർത്താവിന് വിട്ടുകൊടുക്കുക. നീ എന്താ വീട് പോകുന്നതെന്ന് അറിയാമോ? നീ ഡിസിഷൻ എടുക്കാൻ പോകുന്നത് കൊണ്ടാ, നീ കല്ലിനെ അപ്പമാക്കാൻ പോകുന്നത് കൊണ്ടാ നിന്റെ പ്രശ്നം, നീ ചിന്തിക്കുന്നത് കൊണ്ടാ നിന്റെ പ്രശ്നം. പക്ഷെ സൊല്യൂഷൻ ദ പെർമനന്റ് വൺ ഈസ് ദൈവത്തിന്റെ പക്കലുണ്ട്. എന്ത് പെർമനന്റ് സൊല്യൂഷൻ? രണ്ടാമത്തെ ടെംപ്റ്റേഷൻ എന്താ പറയുന്നത്? എന്തായാലും രണ്ടാമത്തെ ടെംപ്റ്റേഷൻ ലൂക്കോസ് ലൂക്കിൽ എന്താ പറയുന്നത്? കർത്താവിനെ എവിടെ കൊണ്ട് നിർത്തി? മേലോട്ട് കൊണ്ടുപോയിട്ട് സകല രാജ്യങ്ങൾ 5 continents. എത്ര കോണ്ടിനെന്റ്സ്? 5 continents കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇറ്റ്സ് യോഴ്സ്, ഐ വിൽ ഗിവ് യു. ഇതിന്റെ പവർ ഞാൻ നിനക്കത് തരാൻ പോവാ. ചർച്ചിന്റെ പവർ ഞാൻ നിനക്ക് തരാൻ പോവാ. അടുത്ത പ്രസിഡന്റ് ആക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? തീരുമാനിക്കുന്നു. So you are going to be North American Mission Board എന്ന് വെച്ചാൽ ഞാൻ നിനക്ക് അത് തരാൻ പോകുന്നത്, നിനക്ക് പവർ തരാൻ പോവുകയാണ്. ദൈവം അല്ലാത്തത് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്. നീ എന്ത് ചെയ്താൽ മതി? എന്നെ ഒന്ന് നിനക്ക് ഈ ലോകത്തിൽ അമേരിക്കയില ജീവിക്കുന്നത്. പക്ഷെ ദൈവം ഉണ്ടെങ്കിൽ പറ്റത്തില്ലല്ലോ. നീ എന്നെ ഒന്ന് അത് വേണോ? ദൈവമില്ലാത്ത നന്മകൾ എത്ര പേർക്ക് വേണം? ദൈവമില്ലാത്ത ജോലി ആഗ്രഹിക്കുന്നവരുണ്ടോ ഇവിടെ? ദൈവമില്ലാത്ത ഒരു ഓഫീസ് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ? ദൈവമില്ലാത്തത് എന്തെങ്കിലും നമുക്ക് വേണോ? കോംപ്രമൈസിന് തയ്യാറാകരുത്. കർത്താവ് എന്താ പറഞ്ഞു? വീണ്ടും Deuteronomy chapter 6:3 പോവുകയാണ്. എല്ലാ Deuteronomyയിൽ കർത്താവ് കൊണ്ടുവരുന്നേ എന്താ പറയുന്നേ?
നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. Hallelujah. Praise the Lord. Where is your heart? The worship is always coming from the heart, right? Where is your heart? ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. Where is your heart? നിന്റെ ഹാർട്ട് എവിടെ ആയിരിക്കും എന്ന് നീ എവിടെ ആരാധിക്കുന്നത്? ഈ ആരാധനയുടെ നല്ലൊരു ഡെഫിനിഷൻ ഞാൻ പലപ്പോഴും കാണുന്നത് റോമൻ ചാപ്റ്റർ 12:1 എന്താ പറയുന്നത്? ബുദ്ധിയുള്ള ആരാധനയായി നിന്റെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും പ്രസാദവുമുള്ള രണ്ടാമത്തെ വാക്യവും അതിന്റെ എംഫസിസ് കിടക്കുന്നത്. ഈ ലോകത്തിന് അനുരൂപരാകാതെ, ഈ ലോകത്തിന് അനുരൂപരാകാതെ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീക്ക് വേർഡ് ഉണ്ട്, മെറ്റാമോർഫോസിസ് എന്ന് പറയും, ട്രാൻസ്ഫോർമേഷൻ. മെറ്റ നമുക്കറിയാം, മോർഫിൻ, റൈറ്റ്? ദ മോർഫിൻ, മെറ്റ മോർഫിൻ ചെയ്തതിന് ശേഷം ഈ ട്രാൻസ്ഫോർമേഷനെ അവിടെ കാണിച്ചിരിക്കുന്നത്. The real worship comes out of the one who has the real transformation. ഞാൻ കർത്താവിനെ ഇവിടെ ഇരുന്നിട്ട് 10 പേര് കൈ വെച്ച് ആരാധിക്കാം, പക്ഷെ അതൊന്നും അല്ല ആരാധന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരു സ്തോത്രം വന്നാൽ മതി. ആരും നിന്നെ കണ്ടെന്ന് വരികയില്ല, ആരും നിന്നെ കേട്ടെന്ന് വരികയില്ല, ശാസ്ത്രത്തിന്റെ പേരെടുത്ത് നീ ആരാധിക്കുന്നു എന്ന് പറഞ്ഞു വരികയില്ല. പക്ഷെ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഒരു ഹാർട്ട് നിനക്കുണ്ടെങ്കിൽ നിനക്ക് പിശാചിനെ ജയിക്കുവാൻ കഴിയും. ട്രാൻസ്ഫോംഡ് ഹാർട്ട് ഉണ്ടെങ്കിൽ നിനക്ക് പിശാചിനെ ജയിക്കുവാനായിട്ട് കഴിയും. ലാസ്റ്റ് അവസാനത്തെ എന്താ പറയുന്നത്? ഒരു ഏറ്റവും മുകളിൽ കൊണ്ടുപോയി എന്നിട്ട് എന്തോ നിർത്തി താഴോട്ട് ചാടാനായിട്ട് വന്നു. ദേവദാസി സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പറയില്ല, ഈ ദൂരം എന്തോരം കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? ദൈവത്തെ വിട്ടു മാറി പോകരുത്. You trust in the Lord alone. Hallelujah. കർത്താവിന്റെ മറുപടി എന്താണെന്ന് അറിയാമോ? മറുപടി 12ാമത്തെ വാക്യം. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ദൈവത്തെ പരീക്ഷിക്കാൻ പോകരുതേ. ആക്ച്വലി പഴയ നിയമത്തില് വളരെയധികം ഡ്യൂട്ടോണമി ചാപ്റ്റർ 8 ഇങ്ങനെ 6 നന്നായിട്ട് പറയുന്നുണ്ട്. ഇവര് ജെറുസലേം അല്ല ഈജിപ്റ്റ് വിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ഒരു സ്ഥലത്ത് എവിടെ എത്തിയപ്പോൾ ഇവർക്ക് വെള്ളം കിട്ടുന്നു. ഇവര് സ്വയം ചെയ്തു പിറുപിറുത്തിട്ട് മോശെ കല്ലെറിയാൻ തുടങ്ങി എന്നാ പറയുന്നത്. Why are you stoning me എന്നാ ചോദിച്ചത്. എന്തോ ചോദിച്ചത്. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവം, അതായിരുന്നു ചോദ്യം, ദൈവം എവിടെ? ഇന്ന് പകലില് പല സന്ദർഭങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ഈ ചോദ്യം ചോദിച്ചിട്ട് വേർ ഈസ് മൈ ഗാഡ്? ചോദിക്കല്ലേ പ്രിയപ്പെട്ടവരെ, ചോദിക്കല്ലേ പ്രിയപ്പെട്ടവരെ. ഇത് ചോദിക്കുവാൻ ഞാനും നിങ്ങളും അറിഞ്ഞതല്ല. എന്താണെന്ന് അറിയാമോ? ഇസ്രായേലിൽ അടിമകളായി കടന്നുവരാം. ഇവിടെ വരാൻ ഒരു യോഗ്യതയും ഇല്ല. അഡ്രസ് ഇല്ലാതെ കടന്നുവരാ. ഈ ദേശത്തേക്ക് നമ്മളെ കൊണ്ടുവന്നു. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയില്ലാത്തവരായിരുന്നു. കർത്താവ് നമുക്ക് പ്രാപ്തി നൽകി. സ്വന്തമായി ഒരു ജോലിയില്ലായിരുന്നു. ആരെങ്കിലും വന്ന് എന്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകണമെന്ന് റൈഡിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ളവരായിരുന്നു. കർത്താവ് സകലതും തന്നിട്ടും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടും ഇപ്പൊ ചോദിക്കുക, നീ എവിടാണ്? നീ എവിടാണെന്ന് ചോദിക്കുക. വാത്സല്യ സഹോദരങ്ങളെ, ദൈവത്തോട് ചോദ്യം ചോദിക്കുവാൻ ഞാനും നിങ്ങളും മുതിരരുതേ. നമുക്കത് കഴിയില്ല. അവൻ ചെയ്ത നന്മകളോർത്താൽ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവർക്ക് അടങ്ങാതിരിക്കുവാൻ കഴിയില്ല. അടങ്ങിയിരിക്കുവാൻ കഴിയില്ല. നീ ചെയ്ത സകല നന്മകൾക്കുമായി ഞാൻ നിനക്ക് പരീക്ഷകൻ അടുത്തു വന്ന് കർത്താവ് അതിൽ ജയിച്ചു. പക്ഷെ ഈ ദൂത് പറയുവാൻ അന്നത്തെ പരീക്ഷണങ്ങൾ ഉപയോഗിക്കുകയാണ്. നീ ദൈവത്തിൽ ഒന്ന് ട്രസ്റ്റ് ചെയ്യണം. നീ വേണ്ട രീതിയിൽ കർത്താവിനെ ആരാധിക്കണം. നീ ദൈവത്തെ എന്ത് ചെയ്യരുത്? ചോദ്യം ചോദിക്കുന്നവരെ കണ്ണുകളെ ദൈവം വേറെ ആർക്കില്ല. നമ്മൾ എവിടെയായിരിക്കും കർത്താവ്?
നന്മകളും പ്രാപിച്ചിട്ട് ഞാൻ ഇന്നും എന്റെ ദൈവത്തോട് ചോദ്യം ചെയ്യുകയാണോ? ദേവദാസി സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞ അതേ വാക്കാണ്. അതാ ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യുകയാണോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് നിങ്ങൾ ദൈവത്തെ ചോദ്യം ചെയ്യുകയാണോ? Are you doubting your God? നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഓർത്ത്, നിങ്ങളുടെ ജോലിയില്ലായ്മയെ ഓർത്ത് നിങ്ങൾ കർത്താവിനെ സംശയിക്കുകയാണോ? Praise the Lord. Where is your stand now? നിങ്ങൾ എവിടെയായിരിക്കുന്നു? ഈ പിശാചിനെ ഓവർകം ചെയ്യുവാനുള്ള ഒരു നല്ല ഹൃദയം കർത്താവ് നമുക്ക് നൽകട്ടെ. നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കാൻ. കർത്താവേ, ഇനി ഒരിക്കലും ഞാൻ ഒരു പൂർണ്ണമായ ദൈവഹിതം വിട്ടിട്ട് ഞാൻ മാറിപ്പോകുകയില്ല. ഞാൻ അങ്ങനെ പൂർണ്ണമായി ആരാധിക്കും കർത്താവേ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. കർത്താവേ, ഞാൻ എന്നിൽ വിശ്വസിക്കുന്നില്ല, മറിച്ച് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. I am not leaning on myself, rather I am trusting God, my God. I am trusting my God for my future, for my family. I am trusting my God. എനിക്കറിയാം കർത്താവേ, എന്നെ കൊണ്ട് ഇതൊന്നും കഴിയുകയില്ല എന്ന് ഞാൻ ദൈവത്തിൽ ഫലമേൽപ്പിക്കുന്നു. എന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. ഈ ലോകത്തിലേക്ക് നാം നോക്കരുത് പ്രിയപ്പെട്ടവരെ. അവസാനമായി പറഞ്ഞതുപോലെ ദൈവത്തെ ഡൗട്ട് ചെയ്യാതെ, ദൈവത്തെ ചോദ്യം ചെയ്യാതെ, ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളിൽ നിന്ന് ഞാൻ ഇരിക്കുകയാണ്. ദൈവം നമ്മെ ധാരാളമായി കർത്താവിന്റെ ദാസന്മാരോട് നന്ദി അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം എൻ്റെ പേരിൽ കൂടെ കേൾക്കുവാനിടയാണ്. ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് പറയുന്നത് പോലെ അപ്രസവേദനയോടെയുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ കൂടെ ലഭിക്കേണ്ടതായ ചില വിടുതലുകൾ അത്രമാത്രം ആഴമായി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പരീക്ഷകൻ അടുത്തു വരുമ്പോൾ നമുക്ക് ഓർക്കുവാനും നമുക്ക് വിടുതൽ പ്രാപിക്കാനുള്ളതായ ദൈവവചനം കർത്താവിന്റെ ദാസനിൽ കൂടെ നമ്മളെ കേൾപ്പിച്ചു. ഈ ലോകത്തിലെ പലതിലേക്കും നമ്മൾ നീങ്ങുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടോ? നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടോ? എൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്ത ഒന്നും എനിക്ക് വേണ്ട. എനിക്കൊരു ഉയർച്ചയും വേണ്ട, ലോക നന്മകളും വേണ്ട, എനിക്കൊരു സൂപ്പർ പവറും വേണ്ട. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നാൽ മതി. അനുഗ്രഹിക്കപ്പെട്ട ആലോചന നമ്മളെ കേൾപ്പിച്ചത്. സമയക്കുറവുകൊണ്ട് ദൈവദാസന്മാർ വളരെ ലളിതമായിട്ടാണ് സംസാരിച്ചത്. ദൈവം അവരെ ഉപയോഗിക്കട്ടെ. കർത്താവ് എവിടെയായിരിക്കുന്നു അവിടെയൊക്കെ കർത്താവിന്റെ നാമം ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള യൗവനക്കാരെ എഴുന്നേൽക്കണം. ഇതുപോലെയുള്ള യുവജനങ്ങൾ എഴുന്നേറ്റ് കർത്താവിനോട് നിലകൊള്ളുവാൻ ഇടയായിത്തീരണം. പദവികളല്ല വേണ്ടുന്നത്, പവർ അല്ല വേണ്ടുന്നത്, ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ ഒരു യൗവന തലമുറ എഴുന്നേൽക്കുന്ന കാലഘട്ടമാണിത്. അതിനായി ദൈവദാസന്മാരെ ദൈവം ഉപയോഗിക്കട്ടെ. നമുക്ക് അതിനായി അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അടുത്തയാഴ്ചത്തെ യോഗങ്ങളെ ഞാനിപ്പോൾ പറയുന്നു. തിങ്കളാഴ്ച വൈകിട്ട് റൂമിൽ കൂടെയുള്ളതായ പ്രാർത്ഥന 7 മണി മുതൽ ഉണ്ടായിരിക്കും. ആ പ്രാർത്ഥനയിൽ എല്ലാവരും സംബന്ധിക്കണമെന്ന് ഓർമ്മിക്കുന്നു. വെള്ളി ശനി ദിവസങ്ങളിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയാണ്. ഈ ആലയത്തിൽ വെച്ചാണ് പ്രാർത്ഥന നടക്കുന്നത്. വെള്ളി പകല്, വെള്ളി രാത്രി, ശനി പകല്, ശനി രാത്രി. ഞായറാഴ്ച തിരുമേശയുണ്ട്. നമുക്ക് പ്രാർത്ഥനയോടെ ഈ കൂട്ടായ്മയിലൊക്കെ കടന്നു വരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേക നമ്മുടെ ടാലന്റ് മത്സരമുണ്ട്. അത് നമുക്കറിയാമല്ലോ, ഡേറ്റ് അറിയാമല്ലോ. എനിക്ക് തോന്നുന്നു എത്ര 20, 27 അത് നമ്മുടെ കുഞ്ഞുങ്ങൾ അത് മനസ്സിലാക്കണം. അതും ആ സമയത്ത് നടക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വന്ന് എല്ലാ വിഷയങ്ങളും അതാത് സമയങ്ങളിൽ അത് കൈകാര്യം ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ തലമുറയെ വണങ്ങാം. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനയ്ക്കായി ഞങ്ങൾ സ്തോത്രം. അത് ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിവ്. എത്ര പേരുടെ ഹൃദയത്തിൽ അത് ആഴമായി പതിവ്. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലൊന്നും ഉണ്ടാകണം. ഈ ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടാകണം. ദൈവമില്ലാത്ത ഒരു വഴിയിൽ ഞങ്ങൾക്ക് പോകാൻ ഇടയായ ഒരു കർത്താവേ, ദൈവദാസന്മാർക്കൂടെ കേൾപ്പിച്ച ആലോചന ഞങ്ങൾക്ക് വിടുതലായി തീരണം. ഇന്നത്തെ കൂട്ടായ്മ ഇത്രത്തോളം കർത്താവ് അനുഗ്രഹിച്ചല്ലോ. സമാധാനത്തോടെ നമുക്ക് മടങ്ങിപ്പോവാൻ ഇടയായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ജോസ് ഇപ്പോൾ പ്രാർത്ഥിക്കും. നമ്മുടെ സഹോദരൻ ജോസ് ഇപ്പോൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും.
ദൈവത്തിന് മഹത്വം കർത്താവേ, വിശുദ്ധ കർത്താവേ, ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ കർത്താവേ, ഞങ്ങളുടെ ദേവാലയത്തിന് സന്തോഷത്തോടെ സമാധാനത്തോടെ കർത്താവേ നിന്നത്തെ സ്തുതിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന സന്ദർഭത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പ്രാർത്ഥിച്ച ആരംഭം മുതൽ കർത്താവേ അവസാനം വരെയും നിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറച്ച് കർത്താവെ തന്നോളം ഞങ്ങളെ ക്ഷേമമായി കർത്താവെ നിന്റെ വചനത്തിൽ കൂടെ ഞങ്ങളെ ഉറപ്പിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഇന്ന് പ്രത്യേകം നിന്റെ ദാസന്മാരിൽ കൂടെ കേട്ട വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ അത് പുതിയ അനുഭവമായി തീരുമാനത്തിനായി സ്തോത്രം ചെയ്യുന്ന പ്രത്യേക കർത്താവെ, ഞങ്ങളുടെ ദൈവദാസനും കർത്താവെ, ഞങ്ങളുടെ സഹോദരങ്ങളും ഒക്കെ കർത്താവെ വൈവേളയിൽ കർത്താവെ യാത്ര തിരിച്ച് പൂർത്തേക്ക് വരുവാനായി തീരുമാനിച്ചിരിക്കുന്നു. അവരുടെ ഒരു യാത്ര ജീവിതത്തിന്റെ സാന്നിധ്യം പോയിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പുതിയ ആഴ്ചയിൽ കർത്താവെ ഞങ്ങളുടെ വഴിയാത്രയിൽ ഞങ്ങളുടെ ജോലി മണ്ഡലങ്ങളിൽ ഒക്കെ ദൈവത്തിന്റെ സാന്നിധ്യം പോയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരിച്ചു കർത്താവെ നിന്റെ കൃപയിൽ ഞങ്ങളെ ഓരോരുത്തരെയും മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. തന്നെ അനുഗ്രഹത്തോടെ പരിശുദ്ധാത്മാവുന്ന ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും കൃപകളും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ദൈവവചനം സംസാരിച്ച കർത്താവിന്റെ ദാസന്മാരോടും നമ്മുടെ പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും ലോകമെന്നുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മെ എത്രത്തോളം അനുഗ്രഹിച്ച ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവേ, എല്ലാവർക്കും സമാധാനത്തോടെ പോകാം. കടന്നു വന്ന ദൈവദാസന്മാരെ നന്ദി അറിയിക്കുന്നു. ദൈവം പിന്നെ അവരെ